ഒറ്റ കണ്ണ് മാത്രം അടച്ചു പിടിച്ചിട്ടാ ഉറങ്ങാൻ. സദാ നേരവും മറ്റേ കണ്ണ് തുറന്നിരിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണ്ടേ? പിന്നെ കുറെ കഴിയുമ്പോ ഈ തുറന്ന കണ്ണിന് റെസ്റ്റ് കൊടുത്തിട്ട് മറ്റേ കണ്ണ് തുറക്കും. അല്ല, അങ്ങനെ ഒരു കണ്ണ് മാത്രം തുറന്നുറങ്ങാൻ പറ്റുമോ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. ട്രെയിനിങ് കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ശീലിക്കുമല്ലോ. ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയല്ലേ? മോനെ ഉസ്മാനെ, പട്ടാളക്കാരെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവൽ നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വെറുതെ പറയുന്നതല്ല. ഉറങ്ങാൻ പറ്റാത്ത ഘട്ടം വന്നാൽ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിക്കും. കടുകണ്ണ. ഓഹോ, അത് ശരി. അതാ കടുകണ്ണയ്ക്ക് ഇത്ര വില. എല്ലാ പട്ടാളക്കാരെ കണ്ണിൽ ഒഴിക്കണ്ടേ? ഗാന്ധിജിയും നെഹ്റുജിയും ഒക്കെ ചേർന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ആരാ? ആരാണ്? പട്ടാളക്കാർ. ഞാൻ അന്ന് 37-ാം ബറ്റാലിയനില. ലഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ആകെ ബേജാറ്. എന്തു പറ്റി? സത്ലജ് നദിക്കടുത്തുള്ള നമ്മുടെ അതിർത്തി പ്രദേശം ചൈനീസ് പട്ടാളം കയ്യേറി. ആകെ ഉണ്ടായിരുന്നൊരു പാലം അവര് ബോംബിട്ട് തകർത്തു. കർഷകരെ വെടിവെച്ച് കൊന്നു. പടച്ചോനെ. തീർന്നില്ല. നദി കടന്നിട്ട് വേണം അതിർത്തി തിരിച്ചു പിടിക്കാൻ. പക്ഷെ എന്താ, ഭീകര മഴയും വെള്ളപ്പൊക്കും. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. ഭാഗ്യത്തിന് ഒരു കാന്തം കിട്ടി, ഒരു കയറും. ഞാൻ എന്ത് ചെയ്തു? ഈ കാന്തം കയറിന്റെ അറ്റത്ത് കെട്ടി ലെഫ്റ്റനന്റ് കേണൽ രുദ്രപ്പ ഞെട്ടിപ്പോയി. ആർക്കത് ഭയങ്കര എന്ന് പറയുകയും ചെയ്തു. കയറിന്റെ ഇങ്ങേയറ്റം ഒരു തൂണിൽ കെട്ടി ആ കയറിൽ തൂങ്ങി ഞാൻ അക്കരെ കടക്കാൻ തയ്യാറായി. കേണൽ രുദ്രപ്പയും പട്ടാളക്കാരും തടഞ്ഞെങ്കിലും ഞാൻ വിട്ടില്ല. വഴിയിൽ വീണാൽ പൊടി പോലും കിട്ടില്ലെന്ന് ഓർമ്മ വേണം. രണ്ടും കൽപ്പിച്ചു ഞാൻ കയറിൽ തൂങ്ങി നീ. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല തടിയും പൊക്കവും കളറും നല്ല കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം. എല്ലാന്ന് ആ എറിഞ്ഞു പിടിപ്പിച്ച കാന്തണ്ടല്ലോ, അതെവിടുന്ന് വന്ന്? അതിർത്തിയിൽ എല്ലായിടത്തും കാന്തോട്ടാവും. എന്തേ? അല്ല, ചോദിച്ചു. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. അതിർത്തിയിൽ യുദ്ധം ഇല്ലാത്ത സമയത്ത് ഞങ്ങളും പാകിസ്ഥാൻ പട്ടാളക്കാരും ഭയങ്കര കമ്പനിയാണ്. അവരുടെ റാവൽപിണ്ടി ചാരായ ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ കാർഗിൽ ചാരായ അങ്ങോട്ട് കൊടുക്കും. ഓണം, പെരുന്നാള്, ക്രിസ്മസ് ഒക്കെ വന്നാൽ ഒരുമിച്ചായിരിക്കും സദ്യ. ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും ശേഖരൻകുട്ടിയുടെ സദ്യ തന്നെ വേണം നിർബന്ധമാണ്. പാകിസ്ഥാൻകാരുടെ അരെ ഭായ് ശേഖരൻകുട്ടി എന്നുള്ള വിളി കേൾക്കുന്നതിന് എന്റെ സാമ്പാറും അവിയലും കാളനും പുളിശ്ശേരിയും അതിർത്തിയിൽ ഫേമസ് ആണ്. പക്ഷെ ഏറ്റവും ഫേമസ് എന്താണെന്നറിയോ? എന്റെ മത്തനില തോരൻ. എന്റെ മത്തനില തോരൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻകാർക്ക് മാറ്റമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സദ്യ ഏർപ്പാടാക്കിയല്ലോ. മത്തനിലെ തോരൻ മെയിൻ ഐറ്റം. അതിന് കാർഗിലെ മത്തന്റെ ഇല ഇവിടെ കിട്ടണ്ടേ? ശ്രീധര, എന്റെ സംസാരത്തിന്റെ ഒഴുക്കുകളെ ഇല്ല ഇല്ല ഇല്ല. ഞാൻ ചുരുക്കി പറയാം. ഒരു പെരുന്നാളിന്റെ അന്ന്
ഞാൻ സദ്യ ഉണ്ടാക്കി. പാകിസ്ഥാൻകാര് വരാൻ കുറച്ചൊന്നു വൈകി. അപ്പോഴേക്കും ഇന്ത്യക്കാര് എന്റെ മത്തനിലെ തോരൻ തിന്ന് തീർത്തു. പാകിസ്ഥാൻകാര് എന്റെ മത്തനിലെ തോരൻ തിന്നാൻ വന്നവര് ആ കൊതിയോടെ വന്നവരാണ്. നിരാശ കാരണം ഇന്ത്യക്കാരുമായിട്ട് ഒന്നും തള്ളു അടിപിടിയൊക്കെ ഉണ്ടാക്കി. ആ അങ്ങനെയല്ലേ കാർഗിൽ യുദ്ധം ഉണ്ടായത്. കാർഗിൽ യുദ്ധം ഉണ്ടാവാൻ വേറെ കാരണമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ പലതും കേൾക്കും, പക്ഷേ ഇതാണ് സത്യം. ഞാൻ പറയുന്നത് കേട്ടാ മതി, മനസ്സിലായോ? ശേഖരം കൊണ്ട് വരുന്നു. മുന്നിൽപ്പെട്ട ഇന്നത്തെ പറയെടുപ്പും കോപ്പും ഒന്നും നടക്കില്ല. രക്ഷപ്പെടാം. അയ്യോ വിളിച്ചപ്പെടെ അവരെ പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ ഈ പാടത്തിരുത്തി കാറ്റും കൊണ്ട് ചാത്തി ബാലിയിലെ ആ സംഭവം പറയായിരുന്നു. എന്തോ ചെയ്യാ. നാരായണ, ഈ പ്രാവശ്യം രക്ഷയില്ല. സാരല്ലടോ, ഈ പുകയും ചൂടും കൊണ്ട് ജീവിക്കാനായിരിക്കും എന്റെ യോഗം. നാരായണേട്ടന്റെ സമയം മാറാൻ പോവല്ലേ? എവിടുന്ന് പണിക്കത്? സതീശ, ഓ. ഇങ്ങ് വാ. ദാ, ഈ നമ്പർ ഒന്ന് നോക്കിയേ. ഒരു സെൽഫി എടുത്തോട്ട് മാറടോ. ആ നോക്കേ. ഒന്നാം സമ്മാനം ഒടിച്ചാ പെട്ടെന്ന് പറഞ്ഞേക്കല്ലേ, ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ ചത്തു. നിങ്ങളൊക്കെ കണക്കല്ലേ. 1 3 6 ജസ്റ്റ് മിസ്. 3 നമ്പറിന് പോയി. ഒന്നാം സമ്മാനം അല്ല, 100 റുപ്യ. അല്ലെങ്കിലും ഈ തണ്ടി എടുത്ത ടിക്കറ്റ് എടുത്താൽ അത് വേസ്റ്റാ. അങ്ങനെ പറയരുത് പവിത്രേട്ടാ. എങ്ങനെ തുടർച്ചയായിട്ട് എടുത്താലല്ലേ അടിക്കുള്ളൂ അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തെ. പിന്നെ ബീഫും പൊറോട്ട എടുത്തോ. പറ്റില്ലായിരിക്കോ? അത് കിട്ടിയ ശ്രീതാലിക്കയുടെ വീട് പണി തീരാറായോ? എവിടെ? രാവും പകലും നിർത്താണ്ട് പണിയാ. 2 ദിവസം മുമ്പ് തീർത്തു കൊടുക്കണം. അല്ലെങ്കിലേ പുള്ളി നമ്മുടെ പണി തീർക്കും. അല്ല, ചായ എടുക്ക. ആ സ്ട്രോങ് ആയിക്കോട്ടെ. ഉറക്കം പോയി കിട്ടും. എനിക്ക് ലൈറ്റ് മതിയാ. ഓ, എന്റെ ഭഗവതി. എന്റെ മക്കളെ കാശങ്ങൾ തന്നിട്ട് പോണോ? ഇവനെ കൊണ്ട് ആ പാടുള്ള കാറ്റോടും പോയി മാറിക്കണോ പ്ലാൻ. എന്താ നാരായണ, GST നിങ്ങളെ ബാധിച്ചോ? ആരെയും കാണാനില്ല. GST അല്ല, നീയാണ് ബാധ. ഒഴിയാ ബാധ. ഞാനോ? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടി എഴുന്നല്ലേ. ഒരു ചായ കുടിക്കാൻ തോന്നിയാ ഇങ്ങോട്ടല്ലാതെ പിന്നെ ബാർബർ ഷോപ്പിൽ പോണം. എന്താ നാരായണ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇതൊക്കെ കണ്ടോ? നിന്നെ കണ്ടപ്പോ ആൾക്കാർ ഇട്ടിറങ്ങി ഓടിയതാ. ഇതിന്റെ കാറ്റ് നീ തരുമോന്ന്? എന്നെ കണ്ട് പേടിച്ചോടാൻ എനിക്കെന്താ നിപ്പ വൈറസ് ഉണ്ടോ? നിപ്പയേക്കാൾ ഭീകരനാ ഇപ്പൊ നിങ്ങള്. ഖത്തർ സൈതാലിക്കന്റെ മുമ്പിൽ നിന്ന് ചെന്ന് പെടണ്ട. പണി തീർക്കുകയാണ്. എന്തിനാ? നിങ്ങൾ ഒറ്റൊരാള് കാരണ സൈതാലിക്കന്റെ വീട് കൂടൽ ചടങ്ങ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ കാരണം ആ വീട് പണിയായിട്ട് എനിക്കെന്ത് ബന്ധം? എനിക്കെന്ത് ബന്ധമെന്നോ? കാരണം ആ വീട് പണി നടക്കുന്ന സ്ഥലത്തെ പാവപ്പെട്ട പണിക്കാരെയും വിളിച്ചിരുത്തി ദിവസവും പട്ടാളത്തള്ളൽ കേൾപ്പിക്കലായിരുന്നു ഇയാളുടെ പണി. ആ പാവങ്ങൾ ഇയാളുടെ തള്ളലിൽ പെട്ടുപോയതുകൊണ്ട് സമയത്തിന് വീട് പണി തീർത്തു കൊടുക്കാൻ പറ്റി. ഓ, അതാണോ കാര്യം? അതാണ് കാര്യം. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ബിഡറ്റ്സ് ഒന്നും നിർത്തിക്കൂടെ? പ്രായം കുറെ ആയല്ലേ. ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് പ്രായപരിധിയൊക്കെ ഉണ്ടോ? ഇതേതാ പുതിയൊരു ഐറ്റം? കേക്ക്. കേക്ക് എന്ന് കേൾക്കുമ്പോ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വരികയാണ്. ദിഗംബര സിംഗിന്റെ ബർത്ത്ഡേക്ക് പൂഞ്ചിലായിരുന്നപ്പോ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല, 100 അടിയോളമായിരുന്നു അതിന് നീളം എന്ന് പറയുന്നത്. ബർത്ത്ഡേക്ക് വന്നവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടും ആ കേക്കിന്റെ 4-1 കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അവസാനം ബാക്കി വന്ന കേക്ക് വലിയൊരു ജീപ്പിന്റെ പുറത്ത് കെട്ടിവെച്ചിട്ടാണ് ദിഗംബര സിംഗ് വീട്ടിൽ കൊണ്ടുപോയത്. ദിഗംബര സിംഗും ഫാമിലിയും കൂടി ആ കേക്ക് കഴിച്ചു തീർക്കാൻ ഏകദേശം 1 മാസം എടുത്തു.
എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ കണ്ട ഒരു പുരോഗതിയില്ല. അല്ല നിങ്ങനെ ചിരിക്കാണ്ടൊന്ന് കത്തിച്ചു വിട്ടൂടെ നിങ്ങക്ക്? ഈ റോഡിലൂടെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും? ഇപ്പൊ തന്നെ 50 കിലോമീറ്റർ പോകുന്നത്. 50 സ്പീഡാണ്. ഗൾഫിലെങ്കിലും വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് 50 ഞങ്ങളുടെ പോക്കേണ്ട അറബികൾ എന്താ ചോദിക്കാന്നറിയോ? എന്താ സാധനം? പണ്ടാര കാലത്ത് റോക്കറ്റോ കാറോ അമ്മയിൽ പോക്കല് പോവാ. നിങ്ങൾ ഈ ശേഖരൻകുട്ടിയുടെ ആരെങ്കിലും ആണോ? ഏത് ശേഖരൻ? ആ പട്ടാളക്കാരൻ ശേഖരൻകുട്ടി. മാമനാ കുട്ടിമാമൻ. അപ്പൊ നിങ്ങളുടെ കാരണം 500 മൈൽ സ്പീഡ് കണ്ടാ പോരല്ലോ മക്കളെ. ഇതെന്താ ഒരുമാതിരി ആക്കുന്നേ? എന്റെ കുട്ടിമാക്ക് എന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ളൂ, അന്യായ വിടല. ആ തള്ളേ. ഞാൻ ശേഖരൻകുട്ടിയൊക്കെ ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ നടൻ ജയന്റെ കട്ട ഫാൻസാ. ജയന്റെ ഏത് പടം വന്നാലും ശേഖരൻകുട്ടി ആദ്യം പോയി കാണും. അതവന്റെ ഒരു വാശിയായിരുന്നു. എന്നിട്ട് കണ്ട സിനിമയുടെ കഥ മുഴുവൻ ഞങ്ങളെ അവൻ പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം ഞങ്ങളെ കൊണ്ടൊരു പോക്കുണ്ട് അതേ സിനിമ കാണിക്കാൻ. എന്താണ് പോയി കാലമൊക്കെ കണ്ട് പിന്നെ സിനിമക്കട്ടെ പോവാ. നല്ല ഇതാണല്ലോ. ഓന്റെ ചെരുവല്ല സിനിമ കാണാൻ തീറ്റൊക്കെ നമുക്കെന്ന് നഷ്ടം പോയി. ഓസി കിട്ടാൻ ആസിന്റെ മോൻ തന്നെയല്ലേ? പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഞങ്ങള് കമ്പനിക്കാരെല്ലാരും കൂടി ശേഖരൻകുട്ടിയുടെ ആ സ്ഥിരം പരിപാടി പൊളിച്ച്. അന്ന് അങ്ങാടി റിലീസ് ചെയ്ത ദിവസം അവൻ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങാടി പോയി കണ്ടു. അതവന് ഭയങ്കര ക്ഷീണായി. കുറച്ചു ദിവസം പണിങ്ങാൻ കടന്നു. അത് കഴിഞ്ഞപ്പോ അവനൊരു വരവിങ്ങട് വന്ന് ഒരു പുതിയ കഥയായിട്ട്. പുതിയ കഥയോ? ജയൻ കഥ. ഒരു നവംബർ മാസം. അന്ന് ശേഖരൻകുട്ടിക്ക് ഏതാണ്ട് 14 വയസ്സ്. നീ എന്നെ പോലെ സാഹസികനാണല്ലോ. എന്താ നിന്റെ പേര്? ശേഖരൻകുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ ജയന് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ജയന്റെ കടുത്ത ആരാധകനാണെന്നും കുറഞ്ഞത് 4-5 തവണയെങ്കിലും ജയന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ടെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ജയനോട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ആഹാ, കൊള്ളാമല്ലോ. അങ്ങനൊരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരും. ജയൻ തന്റെ ഡ്രൈവറെ കൊണ്ട് ശേഖരൻകുട്ടിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. മദ്രാസിൽ എത്തിയാലുടൻ ആ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവന്റെ അഡ്രസ്സും വാങ്ങി ശേഖരൻകുട്ടിനെ കെട്ടിപ്പിടിച്ച ശേഷം ജയൻ പോയിരുന്നു. എങ്ങനുണ്ട് നിന്റെ മാമന്റെ കഥ? ജയന്റെ സിനിമനേക്കാൾ ത്രില്ലുണ്ട്. അല്ലാകെ പോട്ടെ, നിന്റെ ജയൻ മൂപ്പർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തോ? എവിടെ? അപ്പോഴേക്കും കോളിലക്കത്തിന് ഷൂട്ടിങ്ങിന്റെ അപകടത്തിൽപ്പെട്ട് ജയൻ മരിച്ചുപോയില്ലേ? കഷ്ടായി പോയി. കുട്ടിമാമ പറഞ്ഞ സത്യമാണോ വീട്ടിലാണോ എന്ന് തെളിവില്ലാണ്ടായി പോയല്ലോ. അതാണ് ശേഖരൻകുട്ടി. എല്ലാത്തിന്റെ പഴുതുകൾ അടച്ചായിരിക്കും അവന്റെ തള്ളു. അന്യായ വിടലായി പോയിട്ടോ. പൊന്നു മോനെ, കേട്ടിടത്തോളം എന്റെ കുട്ടിമാമ റയർ പീസാണ്. റയർ പീസ്. ശേഖരൻകുട്ടിയുടെ തള്ളു കേട്ട് ചെവി മരവിച്ച എനിക്ക് നിങ്ങളുടെ കാറിന്റെ 500 സ്പീഡ് തള്ളൊക്കെ എന്ത് തള്ളു മക്കളെ. കറക്റ്റാണത്. ഞാന് പറഞ്ഞു എന്റെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു.
ഏട്ടൻ തടിച്ചിട്ടൊന്നുമില്ല. അവിടെ ഫുഡ് അടിച്ച് സൂഹിക്കില്ലായിരുന്നു മോളെ. കഷ്ടപ്പാടാണ് കഷ്ടപ്പാട്. സുഖല്ലേ മോനെ? എന്ത് ചോദ്യമ സുഖല്ലേ? എജാതി സുഖോ? ആ സുഖം കൊണ്ടല്ലേ ഞങ്ങൾ എല്ലാം കെട്ടിപ്പറിക്കി ഇങ്ങോട്ട് പോകുന്നത്. ഇതാണ് ഞാനിപ്പോഴും പറയാറില്ല നാസർ. യെസ്, ഞാനാണ് ആ ബുദ്ധിമാൻ. ഓ, അതും പറയാറുണ്ട്. ഇല്ല, ഏട്ടൻ പിയാത്തിസിൽ പോയിരിക്കുക. എടാ മറ്റേ ട്രെയിനിങ് സെന്റർ അടപ്പട്ട. അതെ, ഇവിടെ എത്തുന്ന വരെ ഡ്രൈവർ കുട്ടിമാമയുടെ തള്ളേത് പറയരുത്. ഭയങ്കരം തന്നെ. ഇപ്പൊ എന്തിനു മാറ്റം? എന്ത് മാറ്റം? വല്ല അസുഖമായിരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കാത്തത്. ഇപ്പൊ അതല്ലല്ലോ. എന്തായാലും എന്റെ കുട്ടിമാമൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. സ്വയം വെടികൊണ്ട് മരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഇബ്രാഹിം കുട്ടീനെ മീൻ ധൈര്യമായിട്ട് വാങ്ങാന്ന്. അത്രക്ക് ഗ്യാരണ്ടിയാ. നാളെയും വരുമല്ലോ. പിന്നെ അല്ലാണ്ട് ഏത് ഒലക്കേമിൽ ഹർത്താലുണ്ടെങ്കിലും ഞമ്മള് വരും. നല്ല ഫ്രഷ് മീനല്ലേ? പടച്ചോനെ, തല വെച്ച് കൊടുത്ത ഇന്നത്തെ കാര്യം പോകാം. ഇബ്രാഹിം ഒന്ന് കുറച്ച് തിരക്കുണ്ട്. മീനേ, പെടക്കണ മീനേ. പെടക്കണ മീന് ഒരാഴ്ച മുമ്പ് പഠിച്ചായിരിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. പുതിയ താമസക്കാർ വന്നു ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞു. എന്നാ നേരിട്ട് വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. ഞാൻ ശേഖരൻകുട്ടി, ഇന്ത്യൻ ആർമിയിലായിരുന്നു. ഞാൻ കോശി, ടൗണിൽ SBI മാനേജറാ. ഇതെന്റെ ഭാര്യ അന്നാമ്മ. വരൂ, നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. വരൂ. ചായ എടുക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ, അതാണ് എനിക്കിഷ്ടം. കോച്ച് വരൂ. കോച്ച് ഇരിക്കൂ, ഇരിക്കൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ടൗണിൽ താമസിക്കണ്ടെന്ന് കരുതിയ ഇവിടെ തന്നെ വീട് നോക്കിയത്. കൊള്ളാം, നല്ല ശാന്തമായ സ്ഥലം. ശരിയാ, പക്ഷെ ബാങ്കിലേക്ക് സ്വല്പം ദൂരെ കൂടുതലല്ലേ? ഏയ്, ഒരു അരമണിക്കൂർ ഡ്രൈവിംഗ് അല്ലേ ഉള്ളൂ. ഇതിന്റെ ഓണർക്ക് ഈ വീട് വിൽക്കേണ്ട ആലോചന ഉണ്ടെന്നാ ബ്രോക്കർ കൃഷ്ണൻ പറഞ്ഞത്. ഇതൊന്ന് വാങ്ങിയാലെന്നുള്ള ഒരു പ്ലാനിങ്ങില്ല. അങ്ങനെയാണെങ്കിൽ അത് നടത്തിക്കളയാം. ഇതിന്റെ ഓണർ ഭാസ്കരൻ എന്റെ സുഹൃത്താണ്. ഞാൻ സംസാരിക്കാം. ബ്രോക്കറേജ് ഒഴിവാക്കാമല്ലോ. മക്കളൊക്കെ? ഒരു മകനേ ഉള്ളൂ. അവനങ്ങ് സിക്കിമില്ല. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്ത. സിക്കിമില്ലോ? അതെ, കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ പോയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ തണുപ്പ് -4. ഒരു ദിവസം എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു. പിറ്റേന്ന് നാട്ടിലേക്ക് വെച്ച് പിടിച്ചു. -4 ഒക്കെ ഒരു തണുപ്പാണ്. ഞാൻ സർവീസിലായിരുന്നപ്പോൾ കാശ്മീരിലെ സിയാച്ചിൽ -20 ആയിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ടെക്നിക്ക്. രാവിലെ എഴുന്നേറ്റ ഉടൻ 4 ലിറ്റർ ഐസ് വാട്ടർ കുടിക്കും. അകത്ത് തണുപ്പുള്ളപ്പോൾ പുറത്തെ തണുപ്പ് അറിയില്ലല്ലോ. കാർഗിൽ യുദ്ധ സമയത്തും തണുപ്പായിരുന്നു ഞങ്ങളുടെ പ്രധാന വില്ലൻ. കാർഗിൽ വാറിൽ ഞാനുണ്ടായിരുന്നു. കാർഗിൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ രക്തം തിളച്ചു മറിഞ്ഞു. ഞാനന്ന് ഫീൽഡ് ആംബുലൻസിലായിരുന്നു. തമിഴ്നാട്ടുകാരൻ ലാൻസ് നായക് അഴകപ്പൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പാക് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ ബോഡികളോടൊപ്പം അഴകപ്പന്റെ ബോഡി കൂടി കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ മേജർ സക്കറിയുടെ മുറിയിൽ ചെന്ന് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു. പക്ഷെ എന്റെ വികാരം മനസ്സിലാക്കാതെ മേജർ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഞാൻ പിന്മാറിയില്ല. ആരുടെയും പെർമിഷൻ കാത്തു നിൽക്കാതെ ഗണ്ണും ഗ്രനേഡും സംഘടിപ്പിച്ച് ഞാൻ അതിർത്തിയിലേക്ക് നീങ്ങി. കഴിയുന്നത്ര പാകിസ്ഥാൻ ഭീകരവാദികളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. മിസ്റ്റർ കോശി, അന്നത്തെ ഓപ്പറേഷനിൽ ഏതാണ്ട് 20ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞാൻ കൊന്നൊടുക്കി. എന്റെ 100 പട്ടാളാനുഭവങ്ങൾ വേറെയും പറയാനുണ്ട്. ചായ? ചായ വന്നല്ലോ. അന്നാമേ, ചായ അവിടെ വെച്ചേക്ക്. എനിക്ക് വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. എന്നാ വരൂ, നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. അവിടെ ആവുമ്പോ കിടന്നുകൊണ്ട് കേൾക്കാലോ. വരൂ കോശി, വരൂ.
ആമ വന്നോ. എന്ത് തട്ടാടി തട്ടണ? ഹോസ്റ്റലിൽ നീ പട്ടിണിയായിരുന്ന? ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ചോറിന്റെ കറിയുടെ വില അമ്മ ഇരിക്ക്, ഞാൻ വിളമ്പി തരാം. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ആർക്കറിയാം. അമ്മ ഈ കുട്ടിമാമയ്ക്ക് രാത്രിയാവുമ്പോ ഇവിടെ എന്തെങ്കിലും കഴിച്ച് ഇവിടെ തന്നെ കിടന്നാ പോരെ? നിങ്ങളാരും ഇല്ലാത്തപ്പോ കുട്ടിമാമ ഇവിടെ തന്നെ അല്ലേ? അമ്മ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശരിക്കും കുട്ടിമാമയും മാമയും തമ്മിൽ പിരിയാൻ കാരണം? കുട്ടിമാമയുടെ ഒടുക്കത്തെ തള്ളും മാമിയുടെ ഒടുക്കത്തേക്ക് പോയി, അത് തന്നെ കാര്യം. മിണ്ടാതിരിടി, എന്തെങ്കിലും പറയാ. ഏട്ടനോട് അതിനെപ്പറ്റി ചോദിച്ചാൽ ഉടനെ തന്നെ അവിടെ ഇവിടെ തൊടാതെ എന്തെങ്കിലും പറഞ്ഞു കൈ ഒഴിയും. അവര് തമ്മിൽ അവർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ ചൊറകളുണ്ട്. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലി തന്നെയാ. അതുകൊണ്ടല്ലേ ഇത്രയും നാളായിട്ടും വേറൊരു കല്യാണം കഴിക്കാതെ ഇപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണേ. എങ്ങോട്ടാ? ആ മാരണം വരുന്നുണ്ട്. അന്നെന്നെ കൊന്ന് തിന്നിട്ട് അവന് മതിയായിട്ടില്ല. ആരാ? ഞാൻ പറയാം. ഇത് ഞാനാ, ശേഖരൻകുട്ടിയാ. കാർഗിൽ -20, 4 ലിറ്റർ തണുത്ത വെള്ളം അണ്ണാക്കിലേക്ക്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാലോ. വാതിൽ തുറന്നാട്ടെ. എന്നെ കൊന്ന് പെട്ടിയിലാക്കി ആനയടിച്ചിട്ട് അവ പോവും. കോശി സാറേ, കോശി സാറേ, കോശി സാറേ. ഓ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച എങ്ങോട്ടൊക്കെ ധൃതിയില്? ബാങ്കിന്റെ ATM കുത്തി തുറന്നു. അയ്യോ, സെക്യൂരിറ്റിയെ കുത്തിക്കൊന്നു. അയ്യോ, സെക്യൂരിറ്റിയൊക്കെ ഒന്നെങ്കിൽ അത് ബോഡോ തീവ്രവാദികളായിരിക്കും. അവർക്ക് പെരുമ്പാവൂരിൽ ക്യാമ്പുണ്ട്. ഞാൻ പണ്ട് ഭീമാപൂരിലായിരുന്നപ്പോൾ ഈ ബോഡോ തീവ്രവാദികളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് സമയമുണ്ട്, ഞാനും വരാം. വേണ്ടത് പറഞ്ഞില്ലേ? ഞാൻ ആദ്യം പോയി നോക്കട്ടെ. ഞാൻ പറയുന്നു മനസ്സിലാക്കുക. കോച്ച് സാറേ, ഞാൻ ബോഡോ തീവ്രവാദികളെ ആയിരക്കണക്കിന് പിടിച്ചില്ല. അവിടെ കോച്ച് സാറേ, സാറിനെ സാറേ നല്ല പിടിക്കണത്. പാക് പട്ടാളക്കാർ ശരം വിട്ടതുപോലെ ഓടി വരികയാണ്. ക്യാമ്പിൽ ഞാൻ ഒറ്റയ്ക്ക്. ആകെ ഉണ്ടായിരുന്ന AK-47 എടുത്ത് തേജ്പാൽ സിംഗ് എങ്ങോട്ടോ പോയി പന്നിയെ വെടിവെക്കാൻ. ഞാൻ എന്ത് ചെയ്യും? അവർ 11 പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക്. ഞാനൊരു വടവെടുത്തു. ക്യാമ്പിൽ ഉണ്ടായിരുന്ന വെള്ളക്കൊടി ഞാൻ കീഴടങ്ങിയെന്ന് തോന്നിയിട്ട് അവർ വെടിവെച്ചു. ഞാൻ 2 കൈയും മേലോട്ട് ഉയർത്തി അവരുടെ നേരെ ചെന്നു. എന്ത് വിഡ്ഢിത്തോട് താൻ കാണിക്കാൻ പോന്നെ? ഈ ചിരവുകൊണ്ട് അടി കിട്ടി അയാളെങ്ങനെ ചത്തുപോയാൽ നാട്ടുകാരെന്താ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ തനിക്ക്? നിന്റെ ഭാര്യയ്ക്ക് അയാളോട്ട് എന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് മാത്രമോ? പിന്നെ നിന്റെ ജീവിതം എവിടെയാ? അഴിക്കുള്ളി, ജീവപര്യന്തം. ഒരു ഉണ്ട പോലും ചെലവാക്കാതെ ഞാൻ കീഴടങ്ങി എന്ന് തോന്നിയപ്പോൾ അവർ
ചാടി അമർന്ന് ഗുരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന AK-47 കൈക്കലാക്കി എല്ലാത്തിനെയും നിലംപരിച്ചാക്കി. ഹലോ, ആ സാറേ. എടോ തന്നെ സാറേ ഒന്ന് വിളിക്കാൻ നോക്കട്ടെ. അടുത്ത ഞായറാഴ്ച കൂടി എനിക്ക് പുതിയ വീട് ശരിയാക്കി തരണം. അപ്പൊ ആ വീടിന് എന്താ പറ്റിയ സാറേ? നല്ല ശാന്തത ഏരിയ അല്ലേ? ശാന്തത അതൊക്കെ ഞാൻ നേരിട്ട് പറയാടാ. അല്ല സാറേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ പ്രദേശത്തിന് വേണ്ടേ? ഈ പ്രദേശത്തുനിന്നല്ല, ഈ ജില്ലയിലേ വേണ്ട. ആ തള്ളി ഭീകരൻ എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നരകത്തിലായാലും മതി. കേട്ടോ? തള്ളി ഭീകരൻ. എന്റെ ഭഗവതി, ചെക്കന് നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മുടിയുണ്ട്, മീശയുണ്ട്. കോങ്കണ്ണുണ്ടോ? കോങ്കണ്ണ് വേണോ? വേണ്ട, ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പണ്ട് ഗുരുധർ സിംഗ് കാർഡിൽ വെച്ചിട്ട് ഞാൻ അതെ, ഫോട്ടോ ഒക്കെ കൊള്ളാം, കൊഴപ്പൊന്നുമില്ല, അവക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയിപ്പോ എടുത്താ പൊങ്ങാത്ത വല്ല ഡിമാൻഡ് ഉണ്ടോന്നുള്ളതാ. ആ ഒന്നുമില്ലാന്ന് ഞാനല്ല പറയണേ. അതൊക്കെ ഇപ്പം പറയും, കാര്യത്തോടെടുക്കുമ്പോ മാറും. എന്ത് മാറുന്ന ഈ പറയണേ? അതെ, എന്നാള് ഗൾഫാരെ ചെക്കന് പെണ്ണാണാൻ പോയിട്ടേ ചെക്കന്റെ വീട്ടുകാർ ഞങ്ങൾക്കൊരു ഡിമാൻഡില്ല, കുട്ടിയും കൊണ്ടാച്ച കൊടുത്തേക്കുന്നു. അപ്പൊ ഈ പെണ്ണ് കയറി ചോദിക്കാ ഇങ്ങനെ കൊടുക്കുന്നതിനല്ല ശ്രീധരൻ എന്ന് പറയാന്ന്. അത് കൊള്ളാം. എന്നിട്ടെന്ത് നല്ല പത്തരമായിട്ടുള്ള ചെക്കനവർക്ക് നഷ്ടായി. അതേതാ ഞാൻ അറിയാത്തൊരു ചെക്കൻ? ഞാൻ തന്നെ. തന്ത്രി, ഇതിലും നല്ലത് ഞാൻ ഗുരുധര സിംഗിന്റെ കഥ പറയുന്നതായിരുന്നു. അപ്പോ ഇരുകൂട്ടർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ ഫാസ്റ്റാക്കി നീക്കണോ? ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. ഈ രാമേന്ദ്രേട്ടന് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. രാമേന്ദ്രൻ അതാരാ? ചെക്കന്റെ അച്ഛന്. ഓ, അയാൾക്ക് ചെറിയൊരു നടുവേദന, അപ്പൊ യാത്ര ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് രാമേന്ദ്രേട്ടൻ ചോദിച്ചു. എന്ത് മാറ്റം? അല്ല, അതിപ്പോ അവിടുന്ന് 2-3 ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. പകരം ഇവിടുന്ന് 2-3 ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നതിന് പ്രയാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്ത് പ്രയാസം? സംസാരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുക അങ്ങോട്ട് പോകുമ്പോഴല്ലേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണം. അവര് വന്നോ? ശൈലാട്ട വരി, അകത്തേക്ക് ഇരിക്കാം. വരി വരി, അങ്ങോട്ട് ഇരുന്നോളൂ. അങ്ങോട്ട് അപ്പോ ഒരു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ചെക്കന്റെ അച്ഛൻ രാമേന്ദ്രേട്ട, ശൈലേട്ടാ. ഇത് രാമചേട്ടന്റെ ഭാര്യ രാധേർത്തി. ഇത് രാമചേട്ടന്റെ ഏട്ടനാണ്, ഓൾഡ് അമേരിക്ക. ഇത് ശേഖരട്ടോ, കുട്ടീന്റെ മാമനാണ്. ആ കുട്ടീന്റെ മാമനാ. പിന്നെ ഇത് ആങ്ങള സഞ്ജു. അതൊക്കെ രാജോന്റെ ചെങ്ങാരിയാ. നാസർ ഗൾഫിൽ വലിയ പണിയൊന്നും നാട്ടിലാ. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലേ? പലതും നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങ് പൂർണ്ണമായി മാറി കിട്ടുന്നില്ല. ഇതിനൊരു പൊടിക്കൈ ഉണ്ട്. ഉത്തർപ്രദേശിലെ ഗോത്രവർഗക്കാരുടെ ഒരു ടെക്നിക്കാണ്. ഏകദേശം 1 മാസത്തോളം അവരുടെ കൂടെ നിന്നിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത്. ഒരിക്കൽ എന്റെ സൂപ്പീരിയർ ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ രുദ്രപ്പയ്ക്ക് ബാക്ക് പെയിൻ വന്ന് വളഞ്ഞ് കോടക്കമ്പി പോലെയായി. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഇരുന്ന് സാല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. നിവർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ലഫ്റ്റനന്റ് കേണൽ. ഗോത്രവർഗക്കാരുടെ ഈ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കേൾക്കേണ്ട താമസം അദ്ദേഹം അത് പ്രയോഗിക്കാനുള്ള അവസരം എനിക്ക് തന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ പ്രയോഗം. വളഞ്ഞ് കൊടക്കമ്പ് പോലെയായ ലഫ്റ്റനന്റ് കേണൽ പടക്കുതിരിയെ പോലെ ചാടി എണീറ്റ് എന്റെ നേരെ നോക്കി ഒറ്റ സല്യൂട്ട്. അതിനുശേഷം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എത്രയോ പേരുടെ ബാക്ക് പെയിൻ ഞാൻ മാറ്റിയിരിക്കുന്നു. ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളാണ്. രോഗിയെ കോണക പിടിപ്പിച്ച് നിലത്ത് കമിഴ്ത്തി കിടത്തുന്നു. എന്നിട്ട് ഒരു പട്ടിക എടുത്ത് നട്ടലിന്റെ മുകളിൽ കൃത്യമായി വെക്കുന്നു. നമ്മുടെ മരത്തിന്റെ പട്ടിക. അത് നട്ടലിന്റെ മുകളിൽ വെച്ച് വലിയൊരു ചുറ്റിക എടുത്ത് നല്ല കനത്തിൽ 4 അടി ചുറ്റിക്കൊണ്ട്, അതെ ചുറ്റിക കൊണ്ട് 4 അടി വീഴുമ്പോഴേക്കും നട്ടലിന്റെ വേദന പൂർണ്ണമായി മാറിയിരിക്കും. ഒരു പട്ടികയും ചുറ്റികയും കിട്ടും. എന്തിനാ ഇത്രയും കേട്ടപ്പോ തന്നെ വേദന പകുതി? അത് വെറും തോന്നല്ല. ഒരു പട്ടികയും ചുറ്റികയും കിട്ടും.
ഇവിടെ ആശാരിപ്പണിക്ക് വന്നല്ല. ഓ ഞാനത് മറന്നു. അപ്പൊ കല്യാണത്തിന് ശേഷം ഞാൻ ചുറ്റികയായിട്ട് വരാം. കുടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്നാ പിന്നെ അതാ നല്ലേ. അത് കഴിഞ്ഞിട്ടാ വരി വരി. പതുക്കെ. ഞാൻ വിളിച്ചു. അമേരിക്കയിലാണെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും എന്റെ മോനില്ല. അതെ അതെ അതെ. പിന്നെ അവൻ ആകുന്നുള്ളത് ഒരു ചെറിയ ഭ്രാന്തോ? അതെ, ഈ ബൈക്ക് സ്റ്റണ്ട് ഭ്രാന്ത്. അതിപ്പോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു സാഹസികൻ ആണല്ലോ. ആ രക്തം തന്നെയാണ് എന്റെ മകനും കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഇതിപ്പോ പിടിച്ചിനെ കണ്ടുപില്ലാതെ മാളത്തില് ഞാനും പണ്ട് ബൈക്ക് സ്റ്റണ്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ റിപ്പബ്ലിക് ദിന പരേഡില് ഒരു ബൈക്കില് 25 പേരെയൊക്കെ വെച്ച് ഞാൻ അഭ്യാസം കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തായാലും താങ്കളെ പോലുള്ള ഒരു അഭ്യാസിയോടെ വന്ന സ്ഥിതിക്ക് 1-2 ഐറ്റംസ് കാണിക്കാതെ വിടുന്ന പ്രശ്നമില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് സൽക്കാരത്തിന് വരുമ്പോ ഞാൻ ബൈക്കും കൊണ്ടുവരാം. അല്ല, ബൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. സൽക്കാരം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങളുടെ ആ പ്രകടനം ഇപ്പൊ തന്നെ മൊബൈലിലെടുത്ത് അമേരിക്കക്ക് എന്റെ മോൻ അയച്ചു കൊടുക്കാനുള്ളതാ. എന്താന്ന് വെച്ചാൽ ബൈക്ക് ഓടിച്ചിട്ട് കുറെ നാളായി. പിന്നെ പുതിയതരം ബൈക്ക് അല്ല, അതൊന്നും കാര്യമില്ലേ. 10-25 ആള് ബൈക്കിന്റെ മുകളിൽ കയറ്റി പ്രസിഡന്റിന്റെ മുന്നിൽ കൊണ്ടിട്ടെടുത്ത ആളാ. ഒന്ന് മൊബൈലിൽ എടുത്തേക്കണം. ഒരു സാഹസിക പ്രകടനങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ഒരു ബൈക്ക് കാണിച്ചു വേണോ? പറഞ്ഞു പോയില്ലേ, നോക്കാം. ആദ്യയാളുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് എന്റെ മോൻ ഇഷ്ടപ്പെടുത്തേ. അത് കഴിഞ്ഞിട്ടല്ലേ സൽക്കാരം. നീ അത് ഷൂട്ട് ചെയ്തേക്കണേ. ഞാന് അഭ്യാസം കാണിക്കാൻ ഒരു 10-22 പേരെ വിളിച്ച് കൂട്ടട്ടെ. ആദ്യം ഞാനിതൊന്ന് ഓടിച്ചോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഓടിക്കും. ഇതിന്റെ സ്റ്റാർട്ടർ ഒന്നും കാണുന്നില്ല. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അവിടെ ഒരു ബട്ടൺ ഇല്ലേ, അതങ്ങ് അമർത്തി നോക്കി. ഇങ്ങനത്തെ വണ്ടിയുടെ ഒക്കെ കുഴപ്പം. അതൊന്നും വെക്കണ്ട. ഹെൽമെറ്റ് വെച്ചാൽ മുഖം മനസ്സിലാവില്ല. ഇത് ഷൂട്ട് ചെയ്യേണ്ട. അതെ, ഞാനൊരു എക്സിമെട്രിക്കാരനാണ്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങിക്കോ. എന്നാലും ഏട്ടൻ കാണിച്ചത് കുറച്ച് കടന്ന കൈയായി പോയി. ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. ദൈവമായിട്ട് കൊണ്ടുതന്ന നല്ലൊരു ആലോചന നമ്മളായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ അമ്മ തലനാരയൊക്കെയാണ് അവിടെ ഉള്ള രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കുട്ടിമാമ കൂട്ടക്കൊലയ്ക്ക് അകത്ത് കിടക്കേണ്ടി വന്നെ. ബ്രേക്ക് പിടിക്കുമ്പോ സ്പീഡ് കൂടുന്ന ബൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുക. അയാൾ നിർബന്ധിച്ചത് നീയും കണ്ടതല്ലേ. പിന്നെ പെണ്ണുവീട്ടുകാർ അത്ര മോശക്കാരൊന്നും അല്ലാന്ന് അവര് വിചാരിച്ചോട്ടെന്ന് ഞാനും കരുതി. എന്റെ ഏട്ട, നമ്മള് സർക്കസ് നടത്തുന്നവർക്കാണ് ഇവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോയത്. ഏട്ടന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഓരോ പ്രവൃത്തികൾ കാരണം എന്റെ മോളുടെ ജീവിത അവതാളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കുട്ടിമാമ കാരണം ആരുടെ ജീവിതം അവതാളത്തിലായിട്ടില്ല. കുട്ടിമാമയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏട്ട എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. അമ്മ പറഞ്ഞത് കൂടിപ്പോയി. അച്ഛനില്ലാത്തപ്പോ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ നോക്കി വളർത്തിയത് കുട്ടിമാമയാ. അതാരും മറക്കണ്ട. പഴയമില്ല ചിക്കൻ കറി അസലായിട്ട്. ഇതൊക്കെ എന്ത് ചിക്കൻ? പണ്ട് ഞാൻ പട്ടാളത്തിലായിരുന്ന കാലത്ത് എന്റെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി പഞ്ചാബികളൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു. ഞാൻ പറയാതിരിക്കും, വെറുതെ ഒരു പഞ്ചാബി ടേസ്റ്റ്. പക്ഷെ ഇത് കാശ്മീരി ചിക്കനാ. അല്ല, കാശ്മീർ പഞ്ചാബൊക്കെ അടിച്ചല്ലേ, ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിർത്തി തർക്കത്തിനുള്ള സമയമല്ല ഇത്. നീ കഴിക്ക്. കുട്ടുമാമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്റെ വീട്ടിലെ മാറിക്കൂടെ? നിങ്ങൾ ഇതിനെ അവിടെ ഒറ്റ വെക്കണേ? എല്ലാരും മേലോട്ട് പോകുമ്പോ ഒറ്റക്കല്ലേ, അതിന്റെ റിഹേഴ്സലാ. ഓ, മുകളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക ഞങ്ങള്. പണ്ട് കാർഗിൽ യുദ്ധ സമയത്ത്. അല്ല കുട്ടിമാമ, അത് പിന്നെ പറയാം. അല്ല, കാർഗിൽ പറഞ്ഞിട്ട് അല്ല, മറ്റേത് പറഞ്ഞിട്ട് ഇത് പറയാം. അതാ കാശ്മീരി കോഴി ഇന്നും നന്നാവുക. അഞ്ജലി മാമിയുടെ കാര്യ അത് പിന്നെ
കുട്ടിമാമ ഇങ്ങനെ ഒഴിയാനൊന്നും നോക്കണ്ട. അഞ്ജലി മാമി എങ്ങനെയാ ആദ്യമായിട്ട് കണ്ടത്? നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? നിങ്ങളാ മുഹബത്ത് കറിയൊന്നും പറ കുട്ടിമാമ, ഞങ്ങളത് കേക്കട്ടെ. ടീച്ചറമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അഞ്ജലി കാണുന്നത്. ഈ ടീച്ചറമ്മ അതാരാ? അവരുടെ ഭർത്താവ് കേണൽ രാഘവ നമ്പ്യാര എന്നെ പട്ടാളത്തിൽ ചേർത്തത്. അദ്ദേഹത്തിന്റെ മരണശേഷവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടീച്ചറമ്മയെ കാണാൻ പോകുമായിരുന്നു. ഇവരുടെ പേരക്കുട്ടിയാണ് അഞ്ജലി. ആദ്യമൊന്നും അഞ്ജലി ഞാനും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ബൈക്ക് അപകടത്തിൽ നിന്ന് അവളെ ഞാൻ രക്ഷിച്ചു. അതൊരു കടപ്പാടും സ്നേഹമൊക്കെ ആയി. അങ്ങനെ 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 ഞങ്ങൾ അടുത്തു. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാർഗിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ടീച്ചറമ്മയും അഞ്ജലിയും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അഞ്ജലി ബന്ധപ്പെടാൻ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. അല്ല, അപ്പൊ എങ്ങനെ മാമിയെ കല്യാണം കഴിച്ചത്? അതൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു. 80, 81, 82, 83, 84, 87. തന്നെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വേണ്ടിയെടുത്ത നിന്നെ കേട്ടിക്കാൻ അല്ലാതെ എന്തിനാ? ഒരു മിനിറ്റ് കൊണ്ട് വന്നു. അധികം ബാധ്യതകളില്ലാത്ത അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളെ വേണമെന്നല്ലോ പറഞ്ഞത്. ആര്, ഞാനോ? നിങ്ങളെ പെങ്ങളിന്ന്. എന്നാ പിന്നെ അവളോട് പോയി പറഞ്ഞാ പോരെ? കെട്ടും നിങ്ങളല്ലേ. ബാംഗ്ലൂർ സെന്റ് മേരീസ് കോളേജിലാ പഠിപ്പിക്കുന്നത്. ആളൊറ്റത്തടിയാ. വീട്ടിൽ തടിയോ? ഒറ്റത്തടിയെന്ന്. ഓഹോ. 2 കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ കല്യാണം എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ തന്നെ അവരൊരുമിച്ച് ജീവിക്കണം. എന്തേ, ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. എന്റെ അഭിപ്രായം. നടക്കില്ല. എന്റെ പെങ്ങളെയും കുട്ടികളെയും വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് മാറിക്കാൻ എന്താ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങളെ പെങ്ങളെയും കുട്ടികളെയും കൂടി അവരോട് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ? നിങ്ങളെന്താ പരിഹസിക്കുക? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പല പല നല്ല നല്ല ആലോചനകൾ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് മുടക്കും. അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. എന്തേ? നമ്മുടെ കല്യാണം വലിയ ആർഭാടായി നാട്ടിൽ വെച്ച് നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അഞ്ജലി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. കാർഗിൽ വാർ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അഞ്ജലിയും ടീച്ചറമ്മയും അവിടുന്ന് പോയി നിറഞ്ഞതോടെ ഞാൻ വല്ലാതെ തകർന്നുപോയി. അഞ്ജലിയും ടീച്ചറമ്മയും എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ടീച്ചറമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ കല്യാണം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. സോറി, അഞ്ജലിക്ക് വിഷമമായോ? എന്നാ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അഞ്ജലി നാട്ടിൽ വന്നപ്പോണ്ടായ ആ സംഭവം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്നോർത്ത് ചിരിക്കാറുണ്ട്. ഒന്നാലോചിച്ച അഞ്ജലി എന്ന് ഓടിച്ചിരുന്ന ബുള്ളറ്റ് കൊക്കയിലെങ്ങാനും മറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. പരസ്പരം ഒന്നുമില്ലാത്തതോ? അഞ്ജലി നാട്ടിൽ വന്നപ്പോ ഞാൻ... ശേഖരൻകുട്ടി, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾ കാലം മാറിയിരിക്കുക. മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, അതും ഈ മാരേജുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഇത്രയും നല്ലൊരു തമാശ പറഞ്ഞ പിന്നെ ചിരിക്കുകയല്ല. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. അഞ്ജലിക്ക് എന്തോ ഭയങ്കര കുഴപ്പമുണ്ട്. അല്ല, എന്നാലും എന്താ മാമി അങ്ങനെ പെരുമാറിയത്? എനിക്കറിയില്ല. അവൾ ദിവസം തോറും മനഃപൂർവ്വം എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ മാനസികമായി ആകെ തകർന്നു.
എന്റെ മുമ്പിൽ പിന്നെ ആകെ ഒരു പോംവഴി ഉണ്ടായിരുന്നുള്ളൂ, തമ്മിൽ പിരിയുക. അങ്ങനെ പിരിഞ്ഞു. നിങ്ങളിരിക്കെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് സംഭവം മനസ്സിലായോ? ഒരു പിടിയും കിട്ടുന്നില്ലടാ. പിടുത്തം കിട്ടിയില്ലേ? എടാ, മൂപ്പര് പറഞ്ഞ 2 ഹിറ്റ് സിനിമകളുടെ കഥയാ. സിനിമയാ? ഒന്ന് സ്പൈഡർമാൻ 2 ഇംഗ്ലീഷ്, അല്ല ഉറുദു. എടാ ഇംഗ്ലീഷ്. അതില് ഈ ചീറിപ്പാഞ്ഞ് പാളം തെറ്റി വരുന്ന ട്രെയിനിനെ സ്പൈഡർമാൻ ഇങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. അത് മൂപ്പര് നേരെ ഉൾട്ടടിച്ച് എങ്ങനെ ട്രെയിനിന് പകരം മൂപ്പര് ബുള്ളറ്റ് ആക്കി. സ്പൈഡർമാൻ മൂപ്പര് തന്നെ. രണ്ടാമത്തെ ഇന്നലെ സുരേഷ് ഗോപിന്റെ പടം, ശോഭന അഭിനയിച്ച പടം. അതില് പഠിച്ച പണി 18 നോക്കിയിട്ട് ശോഭനയ്ക്ക് സുരേഷ് ഗോപിനെ മനസ്സിലാവില്ല. ഇല്ല. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മൂപ്പരെ എങ്ങനെയാലും മനസ്സിലാവില്ല. മൂപ്പര പഴയ സിനിമ ഭ്രാന്ത് മാറിയില്ല. ഈ കണ്ട സിനിമന്റെ കഥയൊക്കെ മൂപ്പര് തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഈ നാട് മുഴുവൻ ഇങ്ങനെ പാടി നടക്കുക. ചേച്ചേന്നല്ല, എന്റെ കുട്ടിമാമ ഇപ്പൊ ഇല്ല, എന്നോട് തന്നെ പൊട്ടലിട്ടേ മൂപ്പർക്ക്. ഈ എന്നോട് ചേച്ചേന്ന് പറഞ്ഞ കാര്യമില്ല. കാര്യം മൂപ്പരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ നാട്ടുകാരെ മൂപ്പരെ കയ്യക്കൂ. കുട്ടിമാമയുടെ കാര്യം ആലോചിച്ചിട്ടേ നല്ല ഉറക്കം കിട്ടില്ലടാ. എന്റെ കാര്യം നേരെ തിരിച്ചേരി. മൂപ്പരെ തിരക്കഥ കിട്ട് പെരലെത്തിയപ്പോഴേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് നന്നായി. കിടന്നത് ഉറങ്ങിയതും ഒന്നും ഓർമ്മയില്ല. തമാശാലേടാ. എടാ, നമുക്കൊന്ന് ബാംഗ്ലൂര് സെന്റ് മേരീസ് കോളേജ് വരെ പോയാലോ? എന്തിന്? ഇയാളെ ചേരാൻ പോവാ? എനിക്കെന്തായി പോയിടോ? അല്ലേടാ, മാമി ഒന്ന് പോയി കണ്ടാലോ ആലോചിക്കാം. പുള്ളിക്കാരത്തേക്ക് എന്താ പറയാനുള്ളത് നമുക്കറിയാലോ. എന്തു പറയാ? എടാ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇടപെടലുണ്ട് കുട്ടിമാമിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയ അത് വലിയൊരു കാര്യമാടാ. അല്ല ഒല്ലക്കമ്മലാളെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു എന്റെ തല്ലക്കല് കയറി. എന്ത്? നിങ്ങൾ കുടുംബത്തിന് മൊത്തത്ത് തകരാറുണ്ട്. കണ്ട, അതോ സത്യം? അല്ല കളഞ്ഞു. എക്സ്ക്യൂസ് മീ. മോനെ, ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു നഷ്ടബോധം തോന്നുന്നു. ഉള്ള നല്ല കാലം മൊത്തം കണ്ട അറബിയെ കണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഈ എന്റെ മാമീനോട് പറഞ്ഞു എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പണി ശരി തന്നെ പറഞ്ഞു. നിലം തോർക്കുന്ന പണിയാലും മതി. നല്ല തീരുമാനമായോ? Go straight and turn left. To the left. Okay, thank you. അല്ല, കാക്കല പരീക്ഷ കഴിഞ്ഞോ? എടോ, ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്റെ ഇംഗ്ലീഷ് അടിപൊളി കേട്ടോ. ആണല്ലേ? കളിക്കാൻ എന്ത് കളറാണ്ട. എക്സ്ക്യൂസ് മാം. യെസ്, അഞ്ജലി മാം. അഞ്ജലി. എന്റെ ഫ്രണ്ട്സിന്റെ നിർബന്ധവും തീരുമാനവുമായിരുന്നു ശേഖരൻകുട്ടിയുമായുള്ള വിവാഹം. എൻഗേജ്മെന്റിന് പുള്ളി ഒറ്റയ്ക്കാ വന്നത്. വളരെ നാണം കുണുങ്ങിയായ മനുഷ്യൻ. അധിക സംസാരങ്ങളില്ല, ചോദ്യങ്ങളില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വളരെ പിശുക്കിയുള്ള മറുപടികൾ. പുള്ളിക്കാരൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നിയത്. പക്ഷെ എന്തോ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. വിവാഹത്തിന് ശേഷം ശേഖരൻകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം കണ്ടതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ആർക്കും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, കെട്ടുകഥകൾ. ഇതിനൊക്കെ പുറമെ എന്നെയും അയാളെയും ബന്ധപ്പെടുത്തി ഒരു പ്രണയകഥ. നിങ്ങൾക്കറിയോ, ഞാൻ കേരളത്തിൽ വന്നിട്ട് പോലുമില്ല. പല രീതിയിലും അയാളെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. അയാൾക്ക് മാനസികമായി എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പായപ്പോൾ ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്തായ സൈക്കാട്രിസ്റ്റ് ബിമലിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. ഇത് ഡോക്ടർ വിമൽ, സൈക്കാട്രിസ്റ്റ് ആണ്. ഹലോ. ഇരിക്കൂ. നിങ്ങൾ വന്നത് നന്നായി. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനിരിക്കുകയായിരുന്നു. ഗുഡ്. കുടിക്കാൻ എന്റെ എടുക്കണ്ടേ? പൈനാപ്പിൾ ജ്യൂസ് ആയിക്കോട്ടെ. അഞ്ജലി ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങള്
അഞ്ജലി എന്നോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ശേഖരൻകുട്ടി എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. സരസനാണല്ലോ. അല്ല, ശേഖരൻകുട്ടി. മിസ്റ്റർ ശേഖരൻകുട്ടി, എന്താണ് നിങ്ങളുടെയും അഞ്ജലിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ ബിമൽ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് എത്തിനോക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ഞരമ്പ് രോഗമാണ്. മിസ്റ്റർ ശേഖരൻകുട്ടി, മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷ് കുറച്ച് പഠിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചോ, അല്ലെങ്കിൽ രണ്ടിനെയും. ആ സംഭവത്തിന് ശേഷം ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ശേഖരൻ കുട്ടിയോടൊപ്പം നാട്ടിലേക്ക് പോകാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ അതിന് വഴങ്ങിയില്ല. ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്നും തിരിച്ച് ഫ്ലാറ്റിൽ എത്തിയപ്പോഴേക്കും ഒരു ലെറ്റർ എഴുതി വെച്ച് അയാൾ പോയി കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു റിലീഫായിരുന്നു. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. 24 മണിക്കൂറും പെടായും വിടിതറവും പറഞ്ഞോന്നിരിക്കുന്ന ഒരാള് എത്ര കാലം സഹിക്കും? വലിയ പാടാണ്. സത്യം പറഞ്ഞ നിങ്ങൾ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് കറക്റ്റാ. ഈ ഇന്നെ കണ്ടിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ളത് തുറന്നു പറയും. കുട്ടിമാമ വന്നിട്ടുണ്ട്. എല്ലാവരെ കൊണ്ടും നന്നായി വർക്കൗട്ട് ചെയ്യണം. സ്റ്റാമിനയാണ് പ്രധാനം. സ്റ്റാമിന. എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരണം. ഹലോ ശേഖരൻകുട്ടി, ഞങ്ങൾ സ്ഥലം വിടുക. ഭാഗ്യമുണ്ടെങ്കിലേ തനിക്ക് വധിക്കാൻ പറ്റിയ പുതിയൊരു താമസക്കാരനെ ഞാൻ പറഞ്ഞുവിടാൻ നോക്കാം. അപ്പൊ ശരി. വധിക്കാൻ എന്തായാണ് ഉദ്ദേശിച്ചത്? എന്താ ശേഖരൻകുട്ടി ഇത്? കട്ടൻ ചായയും പരിപ്പ് പണിയും. പാർട്ടി മീറ്റിംഗ് പോലും ഇപ്പൊ ഇതുപോലെ ഐറ്റം ഇല്ല. പണ്ട് കുറവാ. ഉച്ചത്തേക്കുള്ള നെയ്ച്ചോറും കോഴി പൊരിച്ചതും അടുപ്പത്ത് വെന്തോണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ഈ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ശേഖരൻകുട്ടി എല്ലാ മാസവും സ്വന്തം ചെലവിൽ നടത്തുന്ന ഈ മീറ്റിംഗ് കൊണ്ടുള്ള ആകെ ഒരു മെച്ചം നെയ്ച്ചോറും പൊരിച്ച കോഴിയാ. പറഞ്ഞത് ശരിയായി. ശേഖരൻകുട്ടി ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് തമ്മിൽ കാണാനും തമ്മിൽ സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1 റാങ്ക് 1 പെൻഷൻ പൂർണ്ണമായി നടപ്പാക്കണം. അതിന് അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു ഭീമ ഹർജി തയ്യാറാക്കി നമുക്ക് ഡിഫൻസ് മിനിസ്റ്റർക്ക് കൊടുക്കണം. എന്ത് കൊള്ളാം. ഒരു കാര്യമില്ല. അങ്ങ് തലപ്പത്ത് നിൽക്കുന്ന സിവിൽ സർവീസ് ഏമാന്മാർക്ക് ഇവിടുത്തെ എക്സ് സർവീസുകാരുടെ കാര്യത്തിൽ എന്ത് താല്പര്യം? കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയാത്തോണ്ടാണല്ലോ ഈ പ്രായത്തിലും കണ്ട കള്ളു കച്ചവടക്കാരന്റെയും കള്ളപ്പണക്കാരന്റെയും ആട്ടും തുപ്പും കെട്ട് പലതിനും കാവൽ നിൽക്കേണ്ടി വരുന്നത്. ഹോം ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ചവിട്ടി വധിക്കുക. സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് വിളിച്ചുയർത്തി ശീലിച്ച ഈ കൈകൊണ്ട് ഒരു പെരുക്ക് പെരുക്കിയ ഈ ജന്മം മുഴുവൻ പറഞ്ഞു നിൽക്കില്ല ഒരുത്തരും. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ എക്സ് സർവീസുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പോരാട്ടമാണല്ലോ പട്ടാളക്കാരന്റെ മുഖമുദ്ര. പണ്ട് ചൈനീസ് വാർ സമയത്ത് ഞാൻ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. അപ്പൊ നമുക്ക് നെയ്ച്ചോറ് കഴിച്ചിട്ട് രക്ഷപ്പെടാം. ஹலோ, இன்ஸ்பெக்டர் ஐயா பேசுறேன். இந்த ஸ்டேஷனுக்கு ஐவோ நான் தான். உனக்கு கேஸ் இல்லாம பண்ணணும்னா பணம் தான். நான் சொன்னதை எடுத்துட்டு வா. பணம் தான் முக்கியம், சரியா? சார், உங்களை பார்க்க ஒரு பையன் ரொம்ப நேரமா வெயிட் பண்ணிட்டு இருக்கான் சார். என்ன விஷயமா? என்னன்னு தெரியல சார். வர சொல்ல அவனை. சரி சார். உள்ள போ தம்பி. உள்ள வா. என்ன விஷயம் சொல்லு. சார், என் பேரு முருகன். இங்க வில்லேஜ் ஆபீஸ் பக்கத்துல தான் வீடு. 2 வாரத்துக்கு முன்னாடி எங்க அம்மா இறந்து போயிட்டாங்க. ஓ அப்பா? எங்க அப்பா வந்து ஆர்மில தான் இருந்தாரு.
கார்கில் வரல தான் இறந்து போயிட்டாரு. எங்க வீட்டுல நானும் என் தங்கச்சி மட்டும்தான் இருக்கோம். சரி, இப்ப என்ன பிரச்சனை? சார், எங்க அம்மா ஒருத்தர்கிட்ட கொஞ்சம் பணம் கடன் வாங்கியிருந்தாங்க. ஆனா அவர் இப்போ பொய் கணக்கெல்லாம் காட்டி 10 நாளைக்குள்ள வீட்டையே காலி பண்ணு சொல்லி என்ன மிரட்டுறாரு சார். ஒரு ஆர்மி மேன் பசங்களை மிரட்டுற அந்த ராஸ்கல் யார்? குப்புசாமி. ஆமா சார். தம்பி, அவங்கெல்லாம் ரொம்ப பெரிய ஆளுங்க. போலீஸ் டிபார்ட்மெண்ட் நினைச்சா கூட அவங்களெல்லாம் ஒன்றும் பண்ண முடியாது. நான் வேணா ஒண்ணு பண்றேன். அவங்க கிட்ட பேசி உனக்கு கொஞ்சம் பணம் வாங்கி தரேன். அதை வச்சுக்கிட்டு தூரமா போய் நீயும் உன் தங்கச்சியும் சந்தோஷமா இரு. அதுதான் உனக்கும் உன் தங்கச்சிக்கும் நல்லது. என்ன செய்யறதுக்கு தயங்க மாட்டான் அந்த குப்புசாமி. ஐயோ, என்ன தம்பி, போலீஸ் ஸ்டேஷன்ல கம்ப்ளைண்ட் கொடுத்திருக்க போல இருக்கு. என்னாச்சு? அரெஸ்ட் பண்ண எப்பப்பா வருவாங்க? ஐயோ, ஆழம் தெரியாம கால விடாத. இன்னும் 10 நாள்ல வீட்டை காலி பண்ணல. என்னண்ணா இது? நம்ம உடனே கேரளாக்கு போய் ஒரு ஆளை பார்க்கணும். എന്തോന്നേട്ടാ, ഇതിനകത്ത് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. ഗ്യാസിനൊക്കെ ഇപ്പൊ വലിയ വിലയല്ലേ? അണ്ണേ, എങ്ക சேகரன்குட்டி வீடு. சேகரன்குட்டிയുടെ? ഇങ്ങ നില്ലിങ്കോ നാനേട്ടാ, ഇങ്ങ വന്നേ. ഇങ്ങ വന്നേടാ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. എന്താടോ? പറയാന്ന്. ആരേട്ടാ, തമിഴിൽ അപ്പ എന്ന് പറഞ്ഞ എന്താ? അച്ഛൻ. ഉറപ്പാണല്ലോ? ഇനി മാറ്റി പറയരുത്. മാറ്റി പറയാന് ഈ കാര്യം പറയണോ? അവരെ നോക്കിയേ. എന്നത്? നമ്മുടെ തള്ളു ശേഖരൻകുട്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. എന്തിന്? എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അവരുടെ അമ്മ മരിച്ചു. അവരിപ്പോ അവരുടെ അപ്പനെ തേടി വന്നതാ. നീ പറയുന്നത് നേരാണോ? അവര് തമിഴിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത്. ആരേട്ടാ, നമ്മൾ തൽക്കാലം ഈ വിവരം ആരെയും അറിയിക്കണ്ട. ഒന്നുമില്ലെങ്കിലും ശേഖരൻകുട്ടി അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ. നമ്മൾ അദ്ദേഹത്തെ നാറ്റിക്കാൻ പാടില്ല. ശരിയാ. எதுக்கு இவ்வளவு பேர் கூட வராங்க?
கேரளாவுல அப்படிதான் யாராவது அட்ரஸ் கேட்டு வந்தாங்கன்னா எல்லாருமே ஹெல்ப் பண்ணுவாங்க. ரொம்ப அழகான ஊரு. ഈശ്വര, ഇതെന്താ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? ശേഖരൻകുട്ടി അദ്ദേഹം ഇവിടെ ഇല്ലേ? ഏട്ടന് ഇവിടെ ഇല്ലല്ലോ, തറവാട്ടി കാണും. ആ, തറവാട്ടി കാണാത്തോണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം എല്ലാരും കൂടെ? അത് പിന്നെ ചേച്ചിക്ക് വന്നേ. എന്താ? ആ കുട്ടികളെ അവരുടെ അപ്പനെ തേടി വന്നതാ, ശേഖരൻകുട്ടി മാമയെ. ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ടേ ഇനിയിപ്പോ? നീ ആരറിയാനുള്ളത്? ഈ കാണുന്ന വന്ന നാട്ടുകാരല്ലേ? ഇവരൊക്കെ ഇതിപ്പോ ചേട്ടാ പൊന്നു മോനെ ആരെ തട്ടിപ്പോയിട്ടല്ലോ. ചേട്ടാ ചേട്ടാ മോനെ, എന്താ പ്രശ്നം? കുട്ടിമാമയ്ക്ക് അല്ല, ദൂരത്തുള്ള ആരെയും അറിയിക്കണ്ട. നിന്റെ കുട്ടിമാമയുടെ മക്കള് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുട്ടിമാമയ്ക്ക് മക്കളോ? അപ്പടിയാ ഞാൻ പറഞ്ഞില്ലേ മോനെ, എന്റെ കുട്ടിമാമ ഒരു റെയർ പീസാന്ന്. മിണ്ടാണ്ടിരിക്കടാ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കണോ? ഞാൻ കുട്ടിമാമനെ വിളിക്കട്ടെ. ഞാൻ പലതവണ വിളിച്ചതാ, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂപ്പര് മുങ്ങി. അല്ല, ഇതിപ്പോ ഏതാ പുതിയൊരു പീസ്? കിട്ടുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, മൂപ്പര് മുങ്ങി. ശേഖരൻകുട്ടിയുടെ വണ്ടി ഇടിച്ചു. എന്തുകൊണ്ട് തീവണ്ടിയാ? അല്ല, ഓട്ടോറിക്ഷ. മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കാം. ഞങ്ങള് വേദാറായാലും ഒരു ഓട്ടോറിക്ഷയിലടിച്ച് മൂപ്പർക്ക് അതൊരു ഏരിയല്ലാണ്. എന്താ സ്ഥിതി? ബോധം വീണിട്ടില്ല. തമിഴ് മക്കള് വന്ന കാര്യം പറഞ്ഞോ? അനൊക്കെ തീരെ വരില്ലടോ. കുട്ടിമാമക്ക് ബോധം വന്നില്ല എന്ന് പറഞ്ഞ് കേട്ടില്ലേ? അല്ല, തമിഴ് മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. MGR വന്ന് എന്റെ കഴുത്തു കിട്ടു. അടിച്ച് കാല് പൊട്ടിച്ച് ഐശ്വര്യം കെട്ടി ഞാൻ. എന്തെന്നാടോ ഇത്? ഇതൊരു ആശുപത്രി ചിലപ്പോ നിർത്തി അവിടെ ഇങ്ങോട്ട്. മോനെ, നീ പോയി ഏട്ടന്റെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേപ്പറൊക്കെ എടുത്തുകൊണ്ടാ ഡോക്ടർ ചോദിച്ചതല്ലേ? അല്ല, അതെവിടെ വെച്ചത്? എവിടെയാന്ന് ആർക്കറിയാം? നീ ചെന്ന് നോക്ക് തറവാട്ടില്. എടാ, ഇവിടെ ഉണ്ടാവണോ? എന്താ ഏട്ടാ? ഇപ്പൊ കൊടുക്കാം. ഏട്ടനാ? എന്താ മോനെ? അമ്മ ഇവിടെ നോക്കിയിട്ടൊന്നും കാണല്ലോ. എന്നാ നീ ആ മേളിലത്തെ മുറിയിൽ അലമാരിലുണ്ടോ നോക്കിയേ. പ്രിയ അനുജൻ ശേഖരൻകുട്ടിക്ക് ഫോട്ടോ ഇതോടൊപ്പം അയക്കുന്നു. അടുത്ത സിനിമയിൽ ഞാൻ നിനക്കൊരു വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കോളക്കത്തിന്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ സിനിമ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് കാണാം. നന്മകൾ നേർന്നുകൊണ്ട് നിന്റെ സ്വന്തം ചേട്ടൻ. അന്ന് ഈ കത്ത് കിട്ടിയ ഉടനെ ഏട്ടൻ നേരെ മദ്രാസിലേക്ക് വണ്ടി കയറുന്ന അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും അച്ഛൻ ഈ കത്ത് ഏട്ടനെ കാണിക്കാതെ വെച്ചത്. കുട്ടിമാമ, നിങ്ങൾ അച്ഛനൊക്കെ തന്നെ, പക്ഷെ മൂപ്പര് ചെയ്തൊരു അല്ലക്കമന്റെ പണിയായി പോയി. നിങ്ങൾ പറഞ്ഞ ജയന്റെ കഥ മൊത്തം വിടലാന്ന് നാട്ടുകാർ കരുതിയില്ലേ? ഈ ഞാനടക്കോ?
അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? ഈ ഫോട്ടോ വലുതാക്കി ഫ്ലെക്സ് അടിച്ചിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ കെട്ടി തൂക്കാം. നമ്മുടെ നാട്ടുകാർക്ക് ഒന്ന് കാണട്ടെ. എന്താ? അത് വേണം. അതെ, ഇതൊക്കെ പണ്ടാണ് വിശ്വസിക്കാനി. ഇപ്പൊ നാട്ടുകാർ പറയും മൊത്തം കമ്പ്യൂട്ടർ ചെയ്താന്ന്. നമ്മളെ ഫോട്ടോഷോപ്പ് ഇല്ലേ, ഫോട്ടോഷോപ്പ്. നിങ്ങൾക്കറിയോ, എന്റെ കഴുത്തിനുണ്ട് ഞാനും ഗാന്ധി കൊണ്ട് ദണ്ഡിയാത്രയ്ക്കാണ് ഫോട്ടോ. ഇല്ലും മേലും തല്ലല്ലത്. ഇനി അത് മാത്രല്ല, ജയൻ എല്ലാവർക്കും കണ്ടാ മനസ്സിലാവും. ജയന്റെ കൂടെ മൂപ്പരാന്നിപ്പോ ആർക്കെങ്കിലും അറിയോ? ഏതൊരു ബംഗാൾ ചക്രാന്നല്ലേ നാട്ടുകാർ എഴുതുള്ളൂ. വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട. ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്ക്. മുരുകനും മുത്തുലക്ഷ്മിയൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. അവരെ നന്നായിട്ട് നോക്കണം. നമസ്കാരം. എഴുന്നേക്കണ്ട. എങ്ങനുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. ഇവനാ വിളിച്ചു പറഞ്ഞതേ. കാര്യം അറിഞ്ഞപ്പോൾ ഇവൾക്കും വരണമെന്ന് ഒരേ നിർബന്ധം. ആളെ മനസ്സിലായില്ലേ? എന്റെ പെങ്ങളാണ്, അവന്റെ അമ്മ ഇന്ദിര. മനസ്സിലായോ? അന്ന് ശേഖരൻകുട്ടി അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവൾക്ക് ഈ ജീവിതം കിട്ടില്ലായിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ ഒരു വിറയല. ஓடுப்பா. பாக்குறா இந்த சிட்ட போட்டியா? வணக்கம் சார். ஃபுட் என்ன இருக்கு? ஃபுட்டா? இங்க என்ன ஃபர்ஸ்ட் டைமா சார்? இங்க ஃபுட் மட்டும் கிடையாது. அது என்ன ஃபுட் இல்லையா? அது காம்ப்ளிமெண்டரி சார். இப்ப சாருக்கு விஷயம் என்னன்னு தெரிஞ்சிருக்குமே. இங்க அழகான கேரள பொண்ணுங்க இருக்காங்க. ஒரு நைட்டுக்கு 2000 ரூபாய் மட்டும்தான். சாப்பாடு, ட்ரிங்க்ஸ் ரெண்டுமே ஃப்ரீ. ட்ரை பண்ணலாமா சார்? வாங்க சார், வாங்க. சார் செலக்ட் பண்ணிக்கங்க, எல்லாமே ஃப்ரெஷ் தான். சார் இதோ கொண்டு வரேன் சார். சார் மன்னிச்சிருங்க, இதோ இப்ப திரும்பி வந்துடுறேன். நீங்க நிதானமா செலக்ட் பண்ணிட்டே இருங்க. സാർ, ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാ സർ. ദുബായ് നഴ്സിംഗ് പോസ്റ്റിലേക്കാ ഒരു ഏജൻസി ഞങ്ങളെ സെലക്ട് ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് 4-5 ദിവസങ്ങളായി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭീകരമായി അവര് മർദ്ദിക്കുകയും ഒന്നുകളയൊന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാണ്. ഇതുവരെ ഞങ്ങളെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുത്തിട്ടില്ല സർ. സാർ പ്ലീസ്. സാർ വേഗം
കൊല്ലാതെ വിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തം രാജ്യത്തുള്ളവരെ കൊല്ലാൻ ഒരു പട്ടാളക്കാരന് അധികാരമില്ലാത്തോണ്ട് മട്ടൊന്നും. നിന്റെയൊക്കെ പീഡനങ്ങൾ സഹിച്ച് അടിമകളെ പോലെ ജീവിക്കേണ്ടവരാണ് സ്ത്രീകളെന്ന വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ രാത്രിയോടെ നീ അതങ്ങ് മറന്നേക്ക്. കുട്ടിമാമാട് വിചാരിച്ച പോലെ അല്ലട്ടോ. വെട്ടിക്കെട്ടാണ് മോനെ, വെട്ടിക്കെട്ട്. ഞെട്ടിയില്ലേ? ഇതെന്താ ഒരു പടക്കുള്ള ആളുണ്ടല്ലോ ഇവിടെ? ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തിറങ്ങിയ. നിങ്ങളെങ്ങോട്ടാ പോന്നേ? നിങ്ങളല്ലേ പേഷ്യന്റ്? ഓ, ഞാൻ മറന്നുപോയി. ഒരു 10 മിനിറ്റോളം ആ ഷോക്കിൽ ബോധമില്ലാതായി പോയെന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. പട്ടാളക്കാർക്ക് എന്ത് പേടി? പണ്ട് ജാർഖണ്ഡില് മിനർവ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംഭവം. അയ്യോ, ആ കഥ അടുത്ത ആക്സിഡന്റ് പറ്റി തിരിച്ചു വരുമ്പോ പറയാം. എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. അല്ല, ഞാൻ സിസ്റ്റർ, ഇയാളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. പുതിയ കസ്റ്റമേഴ്സ് ആണെന്ന് പറയുന്നത് എല്ലാരും ഞാനൊരാളെ അന്വേഷിച്ചിറങ്ങിയത്. ഒരു ജോസഫ് കുരിശിങ്കലിനെ അറിയോ? ജോസഫ് കുരിശിങ്കൽ നിനക്കറിയോ കൃഷ്ണ? ജോസഫ് കുരിശിങ്കൽ എന്നൊരാളെ പരിചയമില്ലല്ലോ. എന്താ കാര്യം? കൊടകിന്ന് വരിക ഞങ്ങള്. ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട ഞാനും കുരിശിങ്കലും മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു അവൻ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ കുടയിലേക്കുള്ള അവന്റെ വരവും പോക്കൊക്കെ ഇല്ലാതായി. പിന്നീടാ മനസ്സിലായത് എന്റെ പെങ്ങളെ ചേച്ചിട്ട് മുങ്ങിനാണെന്ന്. അവൻ ആണ്ട വിളവനാണല്ലോ. അവന്റെ ഫോട്ടോ ഉണ്ടോ കൈമില്? ആ, ഒരു സെൽഫി ഉണ്ട്. അത് മതി, നോക്കട്ടെ. ആരോ നോക്കി ആളിവിടെ ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. വെരി 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 ഗുഡ്. വെരി ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ. ആ ഭവിയെ, എന്തൊക്കെ അവിടെ അരമനക്ക് നിൽക്കാം. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച കുരിശെങ്കിൽ? ആ, ഇവൻ തന്നെ. ക്ഷമിക്കണോ? വീട്ടാണോ? നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല. ചെറിയ ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരില് അളിയനും ഞാനും തമ്മിലൊന്ന് തെറ്റി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാ. പൊട്ടിത്തെറി? എന്ത് പൊട്ടിത്തെറി? ഒരു നല്ല കുടുംബമാകുമ്പോ ഇതുപോലുള്ള ചെറിയ ചില തട്ടലും മുട്ടലും ഒക്കെ സാധാരണ അല്ലേ അളിയ? അല്ലേ? എന്തായാലും അളിയൻ കുടകിൽ നിന്ന് ഇത്രയും റിസ്ക് എടുത്തോണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് ഒരു സെൽഫി എടുക്കാം. സെൽഫി ശരിക്കളിയ റിലാക്സ് ചെയ്ത് നിൽക്കാം. ഇയാളെ ഞാൻ എല്ലാവരും കുടകളിപ്പോ തണുപ്പൊക്കെ എങ്ങനെയുണ്ട് അളിയ? അകത്തോട്ട് കൊടകിലെത്തുമ്പോഴേക്ക് നമ്മളെ കുരിശിങ്കലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടോ അറിയണ്ട. അഞ്ജലി, നിനക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. കേരളത്തിൽ നിന്നാ. കേരള? ആ, നോക്ക്. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നീ ഒന്ന് വായിക്കും. താങ്കളുടെ ഉടമസ്ഥതയിൽ തൃക്കോട്ടൂർ വില്ലേജിൽ നെടുവത്തൂർ ദേശത്ത് 73/2 പെട്ട 80 സെന്റ് സ്ഥലത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അക്വയർ ചെയ്യേണ്ടതിനാൽ താങ്കൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ട് നെടുവത്തൂർ സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് എന്ന് സ്പെഷ്യൽ തഹസീൽദാർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, തൃക്കോട്ടൂർ, കേരള ഡിവിഷൻ. അഞ്ജലി, നിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യല്ലേ? നീ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അതിന് ഈ സ്ഥലം എവിടെയാ? ഓ, അത് കണ്ടുപിടിക്കാനാണോ ഇത്ര വലിയ പ്രയാസം? നമുക്ക് ഗൂഗിൾ ചെയ്യാന്നേ. ജാനകി ടീച്ചർ അവരുടെ മകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ ഭൂമി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അവകാശികളിൽ അഞ്ജലി എന്ന പേരുണ്ട്. ഈ സുഭാഷ് ചന്ദ്രൻ നിങ്ങളുടെ അച്ഛനല്ലേ? അതെ. രേഖകൾ പ്രകാരം ഇപ്പോൾ നിങ്ങളാണ് ഈ സ്വത്തിന്റെ അവകാശി. ഞങ്ങൾക്ക് നിങ്ങളുടെ അനുമതിയാണ് ആവശ്യം. നമുക്കൊന്ന് സൈറ്റ് വരെ പോയാലോ?
മാഡം ഇറങ്ങിക്കോളൂ. തുറക്കാൻ പറ്റുന്നില്ല, പൊട്ടിച്ചോട്ടെ? ഡോ. എക്സ്ക്യൂസ് മീ, യെസ്. ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ പ്ലീസ്? ഡോ, ആ ഡോർ ഒന്ന് തുറന്നു കൊടുക്ക്. ജാനകി ടീച്ചർ അല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ അഞ്ജലി ഫ്രം ബാംഗ്ലൂർ. എന്റെ അച്ഛമ്മേ എങ്ങനെ നോക്കി നിൽക്കുന്നേ, എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊണ്ണ് അച്ഛമ്മേ. അഞ്ജലി മോളെ, എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അച്ഛമ്മേ, അധികം സ്പീഡ് വേണ്ടോ? അഞ്ജലി, എന്താണ് അച്ഛമ്മേ? ഒന്ന് വന്നേ. എന്താ അച്ഛമ്മേ? ഇതാരാന്നറിയോ? ശേഖരൻകുട്ടി. ഹായ്, നമ്മുടെ റിലേഷനാ? റിലേഷനേക്കാളും മേലെ ഒന്ന് കൂട്ടിക്കോളൂട്ടോ. പട്ടാളക്കാരനാ. ഓ, സോൾജർ. ഇതെന്താ സ്വീറ്റ്സ് ഒക്കെ? ആ, ഇത് ഇവന്റെ ഒരു പതിവാ. എപ്പോ ലീവില് വരുമ്പോഴും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പലഹാരങ്ങളായിട്ടാ എന്നെ കാണാൻ വരാ. ആണോ? എങ്ങനുണ്ട്? നൈസ്. ഞാൻ ഇപ്പൊ വരാം. ആ, Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy the status in life because of the sweat and blood. Let it be the last time. If you dare to utter that word once more, I will pull out your bloody tongue out. അസലായിട്ടുണ്ട് കേട്ടോ. ജയം തന്നെ. അമിതാഭ് ബച്ചനെയും കമൽഹാസനെയും കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ ആരെ കാണിച്ചാലും ജനായി. നല്ല കഴിവുണ്ട് കേട്ടോ ശേഖരൻകുട്ടിക്ക്. അങ്ങനൊന്നുമില്ല. ജയേട്ടൻ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ സിനിമ നടനാക്കി. അതേന്ന് ജയേട്ടനെ പോലൊരു സാഹസിക നടനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ജിമ്മിൽ പോയി മസില് വലിപ്പിച്ച് ഈ കളരിപ്പയറ്റിലെ നെടുപടി പ്രയോഗങ്ങളും മെയ് അഭ്യാസങ്ങളും അതൊക്കെ പഠിച്ചു. പക്ഷെ എന്റെ സിനിമാ ഭ്രാന്ത് അച്ഛനും അമ്മയും മുളയിലേക്ക് കരിച്ചു കളഞ്ഞു. പിന്നെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പട്ടാളത്തിൽ ചേരുമായിരുന്നു. ടീച്ചർ നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോ
മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയനെ. സൂപ്പർ സ്റ്റാർ ശേഖരൻകുട്ടി. ഈ തല്ലിപ്പൊളി പേരൊന്നായിരിക്കില്ല, അതൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ കളരി പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് കേട്ടോ. അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് ഫോറസ്റ്റിൽ വെച്ച് തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ. ഒറ്റയ്ക്കോ? അതെ, ചാങ്ലാങ് ഓപ്പറേഷൻ ടീമിൽ ഞാനുണ്ട്. പകലാണോ രാത്രിയാണോ എന്നറിയാത്തത്ര ഇരുട്ടായിരുന്നു കാട്ടിൽ. ഏകദേശം 50 അടി ഡിസ്റ്റൻസ് വെച്ചായിരുന്നു തീവ്രവാദികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ആ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ടീം പലയിടങ്ങളിലെ ചിന്നിച്ചെതറിപ്പോയി. അങ്ങനെ ഞാനും മെഡിക്കൽ കോറിലെ രൺബീർ സിംഗും കാട്ടിൽ ഒറ്റപ്പെട്ടു. തീവ്രവാദികളുടെ കണ്ണിപ്പെടാതെ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഈ ഗ്രനേഡുകളിനെ ചീറിപ്പാഞ്ഞു വരുവാ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ കുറച്ചകലെ മാറി ഒരു 6 അടി നീളമുള്ള മുളവടി ഞാൻ കണ്ടു. ഞാൻ ചാടിപ്പാഞ്ഞ് ഓതിരം മറിഞ്ഞ് ഈ മുളവടി കയ്യിലാക്കി. ഈ മോളിൽ നിന്ന് വരുന്ന ചീറിപ്പാഞ്ഞ് വരുന്ന ഗ്രനേഡുകൾക്ക് നേരെ ഞാൻ ഈ മുളവടി വെച്ചിട്ട് നമ്മുടെ നെടുവടി പ്രയോഗം നേരത്തെ പറഞ്ഞു അതങ്ങ് തുടങ്ങി. ഈ വരുന്ന ഗ്രനേഡുകൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെടുവടി വെച്ചിട്ട് ഞാൻ തട്ടി തെറിപ്പിച്ചു. ദൂരേക്ക് വീണിട്ട് ഇത് പൊട്ടിത്തെറിച്ചു തുടങ്ങി. അവസാനം ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാനും രൺബീർ സിംഗും ചാങ്ലാങ് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ടീച്ചറമ്മയ്ക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ നെടുപടി പ്രയോഗം അത്ര നിസ്സാരം. ഹെലികോപ്റ്ററിന്റെ ഫാനിന്റെ എത്ര സ്പീഡുണ്ടോ? എന്റെ ശേഖരൻകുട്ടിയെ 19 കൊല്ലം ഒരു പട്ടാളക്കാരന്റെ കൂടെ ജീവിച്ചോളാം ഞാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് മൂപ്പരടുത്ത് കൊറേ ഞാൻ കേട്ടതാ സഹിക്കാൻ പറ്റാത്ത പട്ടാള വിടലുകൾ. പക്ഷേ നിന്റെ ഈ വിടലിന് മുന്നിലുണ്ടല്ലോ മൂപ്പരുടെ വിടലേ ഒന്നുമല്ല മോനെ, ഒന്നുമല്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. ആ നെടുമ്പടി ഇപ്പോഴും ഉണ്ടോ ശേഖരൻകുട്ടിയുടെ കയ്യിൽ? ഇപ്പോഴില്ല. എന്ത് രസമുള്ള സ്ഥലം. ഇവിടുന്ന് പോവാൻ തോന്നുകയില്ല. ആണോ? അതാണ് കേരളം. ഹലോ, അതെന്നാ ശേഖരൻകുട്ടി മൈൻഡ് ചെയ്യാണ്ട് പോയത്? ആ അത് തന്നെ ഞാനും നോക്കുന്നത്. ഹലോ, ആരാ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. അതിന് കൂളിംഗ് ഗ്ലാസ് വെച്ചത് ശേഖരൻകുട്ടിയല്ലേ? ഞങ്ങളല്ലാലോ. നാട് കാണാൻ ഇറങ്ങിയതായിരിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടോ? പിന്നെ പക്ഷെ നടന്നു ക്ഷീണിച്ചു. എന്നാ പിന്നെ കരിക്കോ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അപ്പൊ അമ്മിനി? കുഴപ്പമില്ല, എനിക്കിവിടെ അടുത്തല്ലേ. പൊക്കോ, ഞാൻ പൊക്കോളാം. നോക്കി ബൈ. ഇങ്ങനെ ബൈക്കിൽ കറങ്ങി സ്ഥലങ്ങൾ കാണുന്ന ഒരു സുഖം. ശരിയാ, ഞാൻ ബാംഗ്ലൂർ MG റോഡിലൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബൈക്കിൽ തന്നെയാ പോകാറ്. ആഹാ, ബാംഗ്ലൂർ സിറ്റിയിലൂടെ ബൈക്ക് ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം. നല്ല തിരക്കല്ലേ? കറക്റ്റ്, നല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ ഇതുവരെ ഓടിക്കാത്ത ബൈക്ക് ഉണ്ടെങ്കിൽ അത് ബുള്ളറ്റ് മാത്രം. ആണോ? എന്താ എന്തു പറ്റി? ഇവിടുന്ന് അങ്ങോട്ട് അഞ്ജലി ഓടിച്ചാൽ മതി. അല്ല, ഞാൻ പിന്നോടിച്ചോ. ഇല്ല, ഇറങ്ങി. ഒരാഗ്രഹവും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. കേറിക്കോ, കേറി. എടുത്തോ. അഞ്ജലി, അഞ്ജലി, അഞ്ജലി,
അഞ്ജലി, ഇതേതാ സ്ഥലം? ബാംഗ്ലൂരെ MG റോഡ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയ യമലോകം. എന്നൊരു സത്യം പറയട്ടെ, എനിക്ക് ആകെ അറിയാവുന്നത് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ബൈക്കിനെ കുറിച്ചൊരു പിടിയുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്ക അല്ലേ? ഇങ്ങനെ തന്നെ പഠിക്കണം. എത്തേണ്ട ദിക്കിലെ എത്രയും പെട്ടെന്ന് എത്തും. രണ്ട് ദിവസത്തിനുള്ളിൽ യൂണിറ്റ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം. എപ്പോഴാ നീ തിരിച്ചു വരുന്നേ? കാർഗിൽ വാർ കഴിഞ്ഞ് ആ സെക്കൻഡ് ഞാൻ ഇവിടെ തിരിച്ചെത്തും. എന്നിട്ട് നിന്റെ ഡാഡിയോട് സംസാരിച്ച് ഉറപ്പിച്ച് നമ്മുടെ കല്യാണം. ഡാഡിയുടെ ആറ്റിറ്റ്യൂഡ് എന്താവുന്ന എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നേ? ടീച്ചർ അമ്മയില്ലേ നമ്മുടെ കൂടെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി തിരിച്ചൊരു യാത്ര ബാംഗ്ലൂർക്കില്ല. അതേതായാലും നന്നായി. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ ഇഷ്ടം നടക്കില്ല. ഇവളുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എനിക്ക് പറ്റിപ്പോയ അബദ്ധം ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ശേഖരൻകുട്ടിയെ എനിക്കറിയാം. എന്തുകൊണ്ട് അഞ്ജലിക്ക് വിശദീകരിച്ചത് നാളെ രാവിലെ ബാംഗ്ലൂർക്ക് പോകാൻ റെഡിയായിക്കൊള്ളണം. അമ്മയോടും കൂടെ പറയണത്. ഇനിയൊരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്കില്ല. സ്പീഡില് ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകണം. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും യു ആർ ഓക്കെ. എനിക്ക് എന്തെവിടുന്ന് പോകാൻ കഴിയും ഡോക്ടർ? അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അഞ്ജലി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എത്രയാണെന്നറിയോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. 4 months. അതിൽ 2 months ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. ഐ മീൻ ഒരു കോമ സ്റ്റേജിന്റെ എഡ്ജിൽ. ബട്ട് യു ആർ സേവ്ഡ്. അന്നത്തെ ആക്സിഡന്റിൽ 2 വാഹനങ്ങളിൽ നിന്ന് വീണത് കബനി റിവറില. കുറച്ചുപേർ രക്ഷപ്പെട്ടു, കുറച്ചുപേർ മിസ്സിംഗ്, ഇൻക്ലൂഡിംഗ് യുവർ ഡാഡ്. ആ യാത്രയിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു യാത്ര പോയത് പോലും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ. ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആക്സിഡന്റിന് തൊട്ടു മുമ്പ് നടന്ന പല കാര്യങ്ങളും വൈപ്പ് ഔട്ടായി പോകാം. ഇത്തരം അവസ്ഥയെ പോസ്റ്റ് റൊമാറ്റിക് അംനീഷ്യ എന്ന് പറയും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത്ര കാര്യമാക്കണ്ട. എത്രയോ കേസുകൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരസ്പരം പൊരുതി തീർക്കാനുള്ളതല്ല. അഞ്ജലി എന്നും എന്റെ മനസ്സിലുണ്ടാവും. സ്നേഹത്തോടെ, ശേഖരൻകുട്ടി.
रक्षा मंत्री की तरफ से भारतीय थल सेना ഇന്ത്യൻ ആർമിക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു തീരുമാനമാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാർഗിൽ വാറിന്റെ 20ാം വാർഷികം പ്രമാണിച്ച് അന്ന് കാർഗിൽ യുദ്ധമുഖത്ത് അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ശ്രദ്ധിക്കപ്പെടാതെ പോയ ധീര ജവാന്മാരെ ശൗര്യചക്ര അവാർഡിന് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാർഗിൽ വാറിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഓഫീസർമാർ അവരവരുടെ നോമിനേഷനുകളുമായി ഇന്നിവിടെ സന്നിഹിതരാണ്. അവർ ഓരോരുത്തരും തങ്ങളുടെ നോമിനികളെ കുറിച്ചുള്ള സൈറ്റേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ആദ്യം ക്യാപ്റ്റൻ വിജയ് കുമാർ. സർ, റൈഫിൾ ആർമി സുനിൽ കുമാർ പാണ്ഡെ. കാർഗിൽ യുദ്ധസമയത്ത് ശത്രുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു സുനിൽകുമാർ പാണ്ഡെ. അദ്ദേഹത്തെ കീഴടക്കാനുള്ള പാക് സൈനികരുടെ ശ്രമത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പാക് സൈനികരെ വകവരുത്തി. മാത്രമല്ല 2 പാക് സൈനികരെ ബന്ദിയാക്കി കൊണ്ടുവന്നു. प्लीज वेट. कर्नल जकरिया. Naik Shekaran Kutti of 56 Field Ambulance. जल्दी आना जल्दी जल्दी आना हाँ जल्दी आ जल्दी अழகப்பன் 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 முருகனை டாக்டர் ஆக்கணும்னு எங்களுக்கு ரொம்ப ஆசை. உனக்கு தெரியாதுல்ல, எனக்கு 2வது குழந்தை பிறக்க போகுது. சீதாவை பார்க்கணும்னு மனசு துடிச்சிக்கிட்டே இருக்கு. இந்த வாரம் முடிஞ்சதுக்கு அப்புறம் இமீடியட்டா ஊருக்கு போகணும். நீயும் வரணும் என் கூட. சீதாவுக்கு உன்னை பார்க்கணும்னு ரொம்ப ஆசையா இருக்கு. I understand. Bravo 3 to headquarters, over. Bravo 3 to headquarters, over. ജയൻ സർ. സർ, എനിക്ക് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ ആണ് സർ. ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നവരോട് എനിക്ക് പകരം ചോദിക്കണം സർ. சேகரன் குட்டி, இது ஆர்மி. ஆர்மிக்குன்னு சில ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் இருக்கு. சார் ப்ளீஸ். லுக் ஹியர், உங்க டியூட்டி ஃபீல்ட் ஆம்புலன்ஸ், அதை மட்டும் பாருங்க. கேட்டோ, கோ அண்ட் டூ யுவர் டியூட்டி. சார் ப்ளீஸ். யூ மே கோ நவ். ஜெய் சார்.
उस दिन के ऑपरेशन में അന്നത്തെ ആ ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി ഏതാണ്ട് 20ഓളം പാക് പട്ടാളക്കാരെ വധിച്ചു. നാഗാലാൻഡിലെ നാഗ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനിൽ ശേഖരൻകുട്ടി വളരെ ബ്രില്യന്റായ ഇൻഡിവിജ്വൽ പെർഫോമൻസും നടത്തിയിട്ടുണ്ട്. ഒരു ദേശസ്നേഹി എന്നതിലുപരി സഹജീവികളോട് അനുകമ്പയും ആത്മാർത്ഥതയുമുള്ള വ്യക്തിത്വമായിരുന്നു ശേഖരൻകുട്ടിയുടെ. உங்க அப்பா இந்த நாட்டுக்காக உயிரை விட்ட ஆள். அந்த ஆளோட பையன் நீ அழக்கூடாது. உங்க அப்பாவை கொன்ன பாகிஸ்தான்காரர்களை சுட்டு கொன்னுட்டு தான் நான் இங்க வந்தது. என்னோட அட்ரஸ் உங்க அம்மா கையில நான் கொடுத்துருக்கேன். உனக்கு என்ன ஆവശ്யம் வந்தாலும் என்கிட்ட சொல்லணும். நான் உங்க அப்பாவோட ஃப்ரெண்டு மட்டும் இல்ல, நான் இனிமே உங்க அப்பா மாதிரி. രാജ്യത്തിനു വേണ്ടി പൊരുതി മരിച്ച പട്ടാളക്കാരന്റെ മക്കൾ ഓരോ ഇന്ത്യക്കാരന്റെയും മക്കളാണ്. ആ അർത്ഥത്തിൽ ഇവരെന്റെ മക്കളാണ്. അപ്പൊ കുട്ടിമാമ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ആയി കൊടുക്കണ്ടേ? വേണം. ആദ്യം ഇവരുടെ വീടിന്റെ ആധാരം ആ കുപ്പസ്വാമിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. കുട്ടിമാമ ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ വരാം. അതിന്റെ ആവശ്യമില്ല. അതേത് വിധേനയും ഞാൻ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. തമിഴ് പടം പോടണേ. നിനക്ക് മമ്മൂക്കി ലാലേട്ടനൊന്നും പറ്റില്ലല്ലേ? തലൈവർ தானே போடுங்க. സൺ ടിവി പോടുங்க. ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരു മലയാളിയും മുൻ സൈനികനായ ശേഖരൻകുട്ടിയാണ് ശൗര്യചക്ര അവാർഡിനായി അർഹനായ ഏക മലയാളി. കാർഗിൽ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് മുമ്പിൽ ഒറ്റയാൾ പട്ടാളമായി നിന്നുപോയ ഈ ജവാൻ 20ലധികം പാക് പട്ടാളക്കാരെ വധിക്കുകയുണ്ടായി. കൂടാതെ നാഗാലാൻഡിലെ നാഗാ തീവ്രവാദികൾക്കെതിരെയുള്ള ഓപ്പറേഷനുകളിലും ശേഖരൻകുട്ടി സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ 20ാം വാർഷികം പ്രമാണിച്ച് മുൻ സൈനികനായ ശേഖരൻകുട്ടിയാണ് ശൗര്യചക്ര അവാർഡിനായി അർഹനായ ഏക മലയാളി. കാർഗിൽ യുദ്ധത്തിന്റെ 20ാം വാർഷികം പ്രമാണിച്ച് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കുട്ടിമാമ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ പറ്റി? കുട്ടിമാമയ്ക്ക് അവാർഡ്. അവാർഡോ? ടിവി മൊത്തം ന്യൂസ് വന്നോണ്ടിരിക്കാന്നേ. കേട്ടപ്പോ ലോകം മുഴുവൻ ടിവിയിലായിട്ടാ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ധീരതയ്ക്കുള്ള ഇന്ത്യൻ ആർമിയുടെ ശൗര്യചക്ര അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു മലയാളിയും. ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ശേഖരൻകുട്ടി ഗോവിന്ദപുരം സ്വദേശിയാണ്. മോനേടാ, നിന്നെ അന്വേഷിച്ച് ആരോ വന്നിട്ടുണ്ട്. അമ്മേ, അമ്മ ഇത് ആര് വന്ന് നോക്കി? അഞ്ജലി മാമി. അഞ്ജലി മാമി,
ആകെ മാറിപ്പോയി. വയസ്സായില്ലേ? ഏട്ടൻ ഇവിടെ ഇല്ല, നമുക്ക് അകത്തോട്ടിരിക്കാം. അമ്മയും കുട്ടിമാമ ഒന്ന് തമിഴ്നാട് വരെ പോയിക്കാം, ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ. പെട്ടെന്ന് എഴുത്തിയമ്മ വാ, അകത്തോട്ടിരിക്കാം. വാ. என்ன விஷயம்? அது வந்து இவருடைய போதும் மலையாளத்துல சொன்னா போதும். ഇവരുടെ വിഷയം തന്നെ. அதுக்கு இவங்க யாரு? ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പട്ടാളക്കാരൻ അഴകപ്പന്റെ മക്കളാ. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. அதுக்கு இவங்களே கூட்டிட்டு வந்த ഇവരുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ആർത്തും ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ரொம்ப பேசாத, ഇത് തമിഴ്നാട്, പുരിഞ്ചുതാ? എനിക്ക് തമിഴ്നാടും കേരളവും ഒക്കെ ഒരുപോലെയാ. നാടിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. என்னடா சொன்ன? அண்ணா நீங்க உட்காருங்க, நீங்க உட்காருங்க, நான் இவனை டீல் பண்ணிக்கிறேன். നമുക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഇയാളോടാ. இங்க பாரு, அவரை பத்தி உங்களுக்கு தெரியாது, இவங்களுக்கு நல்லாவே தெரியும். இங்க பிரச்சனை எதுவும் வேண்டாம். நான் வேணா அவர்கிட்ட பேசி கொஞ்சம் பணம் வாங்கி தரேன். ഞാൻ ഇവരെയും കൊണ്ട് പിച്ചെടുക്കാൻ വന്നതല്ല. മര്യാദക്ക് ആധാരം തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. இல்லனா പാകിസ്ഥാൻകാരെ, 4 ചൈനക്കാരെ, 7 ശ്രീലങ്കൻ പുലികളെ, ഒരു ഇന്ത്യക്കാരനെ ഞാനിതുവരെ കൊന്നിട്ടില്ല. അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. மனுஷனுங்கோ கொஞ்சம் இங்க வாங்க. எதுக்கு வாங்கண்ணா? சொல்றது கொஞ்சம் கேளு. வாங்க வாங்க, கேளு. என்னடா குப்பு, அவன் சாதாரண ஆள் இல்லே. 20 பாகிஸ்தான்காரங்களை சுட்டவன். போன வாரம் பிரசிடண்ட் கையில அவார்டு வாங்கின போர் வீரனவன். நான் டிவியில பாத்திருக்கேன். அது ஏன்டா முதல்ல சொல்லல? இப்பதான் இவன் யாருன்னு எனக்கு தெரியுது. அவனை எப்படிடா டீல் பண்ண போற? பிரச்சனை பண்ணிக்கிட்டு இருக்காதே, அந்த டாக்குமெண்ட்ஸ் திரும்பி கொடுக்கறதா நல்லது. அது எப்படி கொடுக்க முடியும்? உனக்கு உயிர் முக்கியமா டாக்குமெண்ட்ஸ் முக்கியமா? உயிர் தான். அப்ப என் டாக்குமெண்ட் 20 பாகிஸ்தான்காரங்களை சுட்டா. நீ எப்படியாச்சும் டீல் பண்ண. இப்ப நான் வரேன்.
കുപ്പുച്ചാമി കണ്ടോ മനുഷ്യരുണ്ടോ? ഉക്കാറുങ്കോ ഏതാവത് സാപ്പിടുങ്കോ? ഞാൻ സൽക്കാരത്തിന് വന്നതല്ല, എനിക്ക് ഉടനെ പോണം. என்னடா தலைவரை நிக்க வச்சு பேசிக்கிட்டு உட்காருங்க தலைவா. ഉക്കാരാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു ദിവസം വരാം. தப்பா நினைக்கலனா ஒரே ஒரு விஷயம், அவங்களுக்கும் உங்களுக்கும் என்ன சம்பந்தம்? இவங்க புள்ள மாதிரி. புது 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 இதுக்கு மேல ஒன்னும் சொல்ல வேண்டாம். டேய் என்னடா பாத்துக்கிட்டு இருக்கீங்க? முதல்ல தலைவரை கவனிக்கடா. எவ்வளவு பெரிய மனுஷன், பாகிஸ்தான்காரன் 200 பேர் இல்ல இல்ல 20 பேரே உண்டு. சுட்ட கதையில்ல, இனிமே சொல்ல வேண்டாம். போதையில கொஞ்சம் ஒளரிட்டு தலைவரை மன்னிச்சுக்குங்க. இந்தாப்பா பாப்பா, இந்தப்பா. ഇനിമേൽ ഇവരെ സങ്കടപ്പെടുത്തരുത്. ഇവരുടെ കണ്ണീര് ഈ മണ്ണിൽ വീഴാൻ நான் மட்டும் இல்ல, இனிமேல் யாரும் ஏரியால தப்பிக்கிட்டு வச்சுக்க மாட்டாங்க. ரொம்ப நன்றி. ரொம்ப நன்றி. துப்பாக்கி போச்சு. ഇത് കയ്യിൽ വെച്ചു. വേണ്ട തുപ്പാക്കി. ഇത് പേടിക്കണ്ട, ഒറിജിനൽ അല്ല. ഇവന്മാരെ പോലുള്ള ഡൂക്കിലിന്റെ വരച്ച വരയിൽ നിർത്താൻ ഇത് തന്നെ ധാരാളാ. അല്ലെങ്കിലും ആയുധത്തെക്കാൾ വലുതാ മനസ്സിന്റെ ബലം. ஆமா, இந்த அடிதடிலாம் எப்ப கத்துக்கிட்டீங்க? அது சின்ன வயசுல கத்துக்கிட்டேன். படத்துல நடிக்கிறதுக்காக. படத்துல நடிக்கிறதுக்கா? ஆமா, படத்துல நடிக்கிறதுக்காக. എന്താ പതിവില്ലാതെ എല്ലാരും ഇവിടെ? ഏട്ടൻ പോയ കാര്യം എന്തായി? പോയ കാര്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നു. ഏട്ടാ, ഏട്ടനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? എടുത്തിരുന്നു. ആരുടെ അടുത്തേന്നു? അഞ്ജലി മാമ. എത്ര നേരെ കാത്തിക്കാൻ തുടങ്ങിയിട്ട് മോളത്തെ റൂമിലുണ്ട്. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കുക. ആ ഊത്തിന്റെ ശക്തിയിൽ സകല ഉണ്ടകളും പുറത്ത്, കുഴൽ ക്ലീൻ. പിന്നെ ഞാൻ വെടിയോട് വെടി. എത്ര കൈതാക്കാരാ തീർന്നു പോയത്, എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ എന്തുണ്ടാ? ഞാൻ 1995 ആസാം റെജിമെന്റിലുള്ളപ്പോൾ എനിക്ക് ഹോം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ചാർജ് ആയിരുന്നു. അന്ന് മിനിസ്റ്ററുടെ വീട്ടില് ദസറ ആഘോഷങ്ങൾ നടക്കുക. കണ്ടമാനം VIP കളുണ്ട്. ഏകദേശം 8 മണിക്ക് 2 മിനിറ്റുള്ള സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉൾഫ തീവ്രവാദികളുടെ അറ്റാക്ക് അവിടെ നടന്നു. സെക്യൂരിറ്റിക്കാരെ വെടിവെച്ചിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിച്ച അവര് ഞാൻ ഒറ്റയ്ക്ക് മിഷൻ കണ്ടുകൊണ്ട് തീർത്തു. എന്റെ ഉണ്ടകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവർ അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററുമായി നടന്നു.
AK-47 ഒപ്പിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഹെലികോപ്റ്റർ പൊങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ അലങ്കാരത്തിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന വലിയൊരു ഹൈഡ്രജൻ ബലൂൺ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ആ ബലൂൺ പറിച്ചെടുക്കലും അതെന്നെ കൊണ്ടങ്ങ് ആകാശത്തേക്ക് പോകും. ഭാഗ്യത്തിന് കാറ്റ് വളരെ അനുകൂലമായി. കാറ്റ് പോയാലോ ഈ ബലൂൺ എന്നെ കൊണ്ട് നേരെ ഹെലികോപ്റ്റർ അടുക്കിലേക്ക് പറന്നു പോവല്ലേ. ഒരു കയ്യിൽ AK-47, മറുകയിൽ ബലൂൺ, മുന്നിൽ ഹെലികോപ്റ്റർ. എയിം കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ ഫയർ. അത് നേരെ ഹെലികോപ്റ്ററിന്റെ ഫാനിൽ കൊണ്ടു. ഫാൻ ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു. സെക്കൻഡിനുള്ളിൽ എന്റെ മുന്നിൽ വെച്ച് ഹെലികോപ്റ്റർ കത്തിച്ചാമ്പലായി. ഒരു കയ്യിൽ ബലൂൺ, അതെ, എന്ത് പറ്റി? എവിടേക്കാ? ഇങ്ങോട്ട് വാ. അവിടെ ഒരു രക്ഷയില്ല. ഇങ്ങനെയുണ്ട് ഒരു തള്ളു. തള്ളോ? അവർ പറയുന്നത് സത്യമായിക്കോട്ടെ. സത്യമായാലും അസത്യമായാലും ആളുകളെ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വാ, നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം.